എന്താണെന്നറിയുമോ? ദോഷങ്ങളാ മലിനങ്ങളിൽ ഊരമായത്, അത് കാരണം ഹൃദയങ്ങളാ ദൂഷിക്കുന്നത്. ഹൃദയങ്ങളിൽ നിന്നും ശുദ്ധിയായിരിക്കേണ്ടതാ, ഈമാന്റെ മാളമതാണതും ഓർക്കേണ്ടതാ. അത് ശുദ്ധിയാക്കാനുള്ള തൗബ, അഴുക്കൊക്കെ നീക്കാൻ മെച്ചമാല റൈബ. ഏറ്റവും കാഠിന്യമേറിയ മാലിന്യം ഏതെന്നറിയുമോ? ഞാനും നിങ്ങളും ചെയ്തു പോകുന്ന ദോഷങ്ങളാണ്. ഒരു ദോഷം ചെയ്യുമ്പോ ഹൃദയത്തിന്റെ അകത്ത് കറുത്ത പുള്ളി വീഴുകയാണ്, വീണ്ടും ദോഷം ചെയ്യുമ്പോ വീണ്ടും കറുത്ത പുള്ളി വീഴുകയാണ്. അങ്ങനെ ദോഷങ്ങൾ ചെയ്ത് 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 കറുത്ത പുള്ളിയുടെ കൂമാരമായി കറുത്തു പോവുകയാണ് നമ്മുടെ ഹൃദയം. ആ ഹൃദയത്തിന്റെ കറുപ്പ് ബ്ലാക്ക് മാർക്ക് മാറ്റാനല്ലാതെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ മുഅ്മിനാത്തേ, നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ നമുക്ക് ആനന്ദം കണ്ടെത്താൻ കഴിയില്ല, സന്തോഷം കണ്ടെത്താൻ കഴിയില്ല എന്ന് മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി. ആ ഹൃദയത്തിന് പിടിച്ച കറുപ്പുണ്ടല്ലോ, ആ കറുപ്പ് കഴുകിക്കളയാതെ ഒരിക്കലും ഒരു നിസ്കരിക്കുന്ന നിസ്കാരക്കാരനും നിസ്കാരത്തിൽ ആനന്ദം കണ്ടെത്താൻ പറ്റില്ല. ഒരു ഖുർആൻ ഓതുന്ന ഖുർആനുമായി നടക്കുന്ന ജീവിക്കുന്ന ഒരു മനുഷ്യനെ ഖുർആൻ ഓതുന്ന സമയത്ത് വളരെ രസകരമായി ആനന്ദിച്ച് ഖുർആൻ ഓതാൻ കഴിയില്ല. അതല്ലെങ്കിൽ ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്യുമ്പോ, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോ ആനന്ദത്തോടു കൂടി അതിലൊക്കെ സന്തോഷം കണ്ടെത്താൻ കഴിയണമെങ്കിൽ ആദ്യം ഹൃദയം നന്നാവണം, എന്നാലേ ഇതൊക്കെ പറ്റത്തുള്ളൂ. അതിനുള്ള ഏറ്റവും നല്ല വഴി എന്താ? അത് ശുദ്ധിയാക്കാനുള്ള തൗബ, അഴുക്കൊക്കെ നീക്കാൻ മെച്ചമാല റൈബ. ആ കറുത്തുപോയ ഇരുണ്ടുപോയ ഹൃദയം ശുദ്ധികലശം ചെയ്യണമെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല വഴി, ഏറ്റവും നല്ല മരുന്നെന്താ? പടച്ച റബ്ബിലേക്ക് പാശ്ചാത്തപിച്ച് മടങ്ങുക എന്നുള്ള വഴി മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. ആദ്യം ഹൃദയം നന്നാക്കുക, പടച്ച റബ്ബിലേക്ക് ചെയ്തു പോയ ഓരോ തെറ്റുകുറ്റങ്ങളും പാശ്ചാത്തപിച്ച് മടങ്ങി. പതിരാ സമയത്ത് സുബ്ഹിന്റെ തൊട്ട് മുമ്പെങ്കിലും എഴുന്നേറ്റ് ചെയ്തു പോയ ഓരോ തെറ്റുകുറ്റങ്ങളും ഇങ്ങനെ ചിന്തിക്കുക, റബ്ബേ ഞാൻ ഇന്ന് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയി റബ്ബേ. ആലോചിച്ചു നോക്കിയേ, റബ്ബ് നമുക്ക് നൽകിയ ഈ രണ്ട് കണ്ണുകൾ, ആ കണ്ണുകളുടെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ഈ കൈകളുടെ ചലനശേഷി നഷ്ടപ്പെട്ടു പോയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? കാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ കൂടി നാം കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന, നമ്മയൊക്കെ ഞെട്ടിത്തെറിപ്പിക്കുന്ന ചികിത്സാ സഹായ വീഡിയോകൾ നമ്മയൊക്കെ കരയിപ്പിക്കാറില്ലേ? മജ്ജയ്ക്ക് വേണ്ടി, കിഡ്നിക്ക് വേണ്ടി, ലിവറിന് വേണ്ടി, മാരകമായ അസുഖങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന മറുവിഭാഗം, ഇങ്ങനെയൊക്കെ കരഞ്ഞ് കേഴുന്ന എത്ര പേര് നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ മൊബൈൽ ഫോണിൽ കൂടി നമ്മയൊക്കെ ചിന്തിപ്പിക്കുന്നു. ആലോചിച്ചു നോക്കിയേ, ആ ഒരു അവസ്ഥയെങ്ങാനും നമുക്ക് വന്നാ തീർന്നില്ലേ? എല്ലാം തീർന്നു പോയില്ലേ? എല്ലാം തകർന്ന് തരിപ്പണമായില്ലേ? ഇങ്ങനെ ചിന്തിക്കാം, എന്റെ റബ്ബ് തന്ന കണ്ണുകൊണ്ടല്ല അല്ലാഹ് ഞാൻ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തത്. അത് കാരണം കണ്ണിന്റെ കാഴ്ചശക്തി അങ്ങാനും നഷ്ടപ്പെട്ടു പോയ അല്ലാഹ് നീ തന്ന കൈ, ആ കൈ കൊണ്ട് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ കാരണം അല്ലാഹ് എന്റെ കൈയുടെ ചലനശേഷി അങ്ങാനും നഷ്ടപ്പെടുത്തിയ നമുക്ക് സഹിക്കാൻ പറ്റുമോ? അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഓരോ അവയവങ്ങളെ കൊണ്ടും ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളിൽ നിന്നും പാശ്ചാത്തപിച്ച് മടങ്ങുമ്പോ ഈ ഹൃദയത്തിന് പിടിച്ച ഇരുണ്ട ബ്ലാക്ക് മാർക്കുകൾ ഇങ്ങനെ നീങ്ങി 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 വിശാലമായ ഹൃദയമായി മാറും.
ആ ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ദിക്റുകളുണ്ടല്ലോ, തസ്ബീഹുകളുണ്ടല്ലോ, തഹ്ലീലുകളുണ്ടല്ലോ, ആ ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഓരോ ചലനങ്ങളുമുണ്ടല്ലോ, അതിനൊക്കെ നമുക്ക് നല്ല ഒരു ഈമാനിക ആനന്ദം കണ്ടെത്താൻ പറ്റും. അല്ലാഹു അങ്ങനെയുള്ള ഹൃദയമാക്കി നമ്മുടെ ഹൃദയത്തെ മാറ്റട്ടെ. അതുകൊണ്ട് ആദ്യം ഹൃദയം ശുദ്ധിയാക്കുക. ആരോടും വെറുപ്പും വിദ്വേഷവും പകയും ഒന്നുമില്ലാത്ത ഹൃദയം. നമ്മൾ മനസ്സിലാക്കുന്നത് പരിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തൊപ്പിയും താടിയും, അതല്ലെങ്കിൽ തലപ്പാവും നീള കുപ്പായും, അതല്ലെങ്കിൽ വൈറ്റ് ഷർട്ടും നല്ല തുണിയൊക്കെ എടുത്ത് ടിപ്ടോപ്പിൽ 5 വക്ത് പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ച ഇസ്ലാമായി എന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. അതൊന്നും അല്ലട്ടോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഇതൊന്നും അല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ഒരു മലഞ്ചെരുവിൽ നിന്നും ഇറങ്ങി വന്ന ഒരു സഹാബി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, മദ്ദീനു യാ റസൂലല്ലാഹ്, ദീൻ എന്ന് പറഞ്ഞാൽ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് യാ റസൂലല്ലാഹ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബിക്ക് കൊടുത്ത മറുപടി, അദ്ദീനു അസ്സലാ, ദീൻ എന്ന് പറഞ്ഞാൽ 5 വക്ത് നിസ്കാരം എന്നല്ല നൽകിയത്. ദീൻ എന്ന് പറഞ്ഞാൽ സകാത്ത് കൊടുക്കൽ എന്നല്ല പറഞ്ഞത്. ദീൻ എന്ന് പറഞ്ഞാൽ നോമ്പനുഷ്ഠിക്കൽ എന്നല്ല പറഞ്ഞത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീൻ എന്താണ് എന്ന് ചോദിച്ചു വന്ന സഹാബിയോട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? സഹാബ അദ്ദീനു ഹുസ്നുൽ ഖുൽഖ്, ദീൻ എന്ന് പറഞ്ഞാൽ സൽ സ്വഭാവമാണ് എന്ന് മനുഷ്യവംശത്തിന്റെ മാർഗദർശിയും മാനവലോകത്ത് ശാന്തിയുടെ വാക്താവുമായ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി കൊടുക്കുകയാണ്. വീണ്ടും സഹാബി ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദ്യം ആവർത്തിക്കുകയാണ്, നബിയേ നബിയേ മദ്ദീനു യാ റസൂലല്ലാഹ്, ദീൻ എന്നാൽ എന്താണ് ഒന്ന് വ്യക്തമാക്കി പറഞ്ഞു തരൂ യാ റസൂലല്ലാഹ്. രണ്ടാം തവണയും അല്ലാഹുവിന്റെ ഹബീബ് മറുപടി പറഞ്ഞത്, സഹാബ അദ്ദീനു ഹുസ്നുൽ ഖുൽഖ്, ദീൻ എന്ന് പറഞ്ഞാൽ സൽ സ്വഭാവം തന്നെയാണ്. മൂന്നാമതും സഹാബി ആവർത്തിക്കുകയാണ്, നബിയേ നബിയേ മദ്ദീനു യാ റസൂലല്ലാഹ്, ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ് യാ റസൂലല്ലാഹ്, വളരെ വ്യക്തമാക്കി പറഞ്ഞു തരൂ നബിയേ. മൂന്നാം തവണയും സഹാബിക്ക് അല്ലാഹുവിന്റെ ഹബീബ് കൊടുത്ത മറുപടി, അദ്ദീനു ഹുസ്നുൽ ഖുൽഖ്, സഹാബ ദീൻ എന്ന് പറഞ്ഞാൽ സൽ സ്വഭാവം തന്നെയാണ്, സൽ സ്വഭാവം തന്നെയാണ്, സൽ സ്വഭാവം തന്നെയാണ്. അത് തന്നെയാണ് ഇസ്ലാം എന്നുള്ളത്. സഹാബി പൂർണ്ണമായ മറുപടി കിട്ടാതെ തിരിച്ചു പോവാൻ ഒരുങ്ങിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് തിരിച്ചു വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, സഹാബ മൽ ഹുസ്നുൽ ഖുൽഖ്, ഞാൻ പറഞ്ഞു തന്ന സൽ സ്വഭാവം എന്താണ് എന്ന് അങ്ങേക്ക് വ്യക്തമായോ, മനസ്സിലായോ സഹാബത്തെ? സഹാബി പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, അല്ലാഹുവിനും റസൂലിനുമല്ലേ ഇതിനെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരം അറിയുകയുള്ളൂ, എനിക്കെന്തറിയാനാ നബിയേ? അങ്ങനെ ആ സഹാബിക്ക് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, സഹാബ വൽ ഹുസ്നുൽ ഖുൽഖ് ലാ തഗ്ളബ് അഹദാ, സൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരാളോടും ദേഷ്യപ്പെടാത്ത സ്വഭാവത്തിന്റെ പേരാണ് സൽ സ്വഭാവം എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? സൽ സ്വഭാവം. സൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ? ലാ തഗ്ളബ് അഹദ, ഒരാളോടും ദേഷ്യപ്പെടാതിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ആ ദേഷ്യപ്പെടാത്ത സ്വഭാവത്തിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നൽകേണ്ടത് ആരെന്നറിയോ? നാട്ടുകാരല്ല പറയേണ്ടത്, ഇന്നയാള് ദേഷ്യപ്പെടാത്ത മനുഷ്യനാണ് എന്നുള്ളത് ആദ്യം പറയേണ്ടത് ആരെന്നറിയുമോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സ്വഭാവക്കാരൻ ആരെന്നറിയുമോ? ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും നല്ല സ്വഭാവക്കാരനാണ് നിങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സ്വഭാവക്കാരനെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ.
ബിഹേവിയറിന്റെ സർട്ടിഫിക്കറ്റ് ആദ്യമായിട്ട് നമുക്ക് നൽകേണ്ടത് ആരെന്നറിയുമോ? പുരുഷനാണെങ്കിൽ അവന്റെ സ്വന്തം ഭാര്യ പറയണം, എന്റെ ഇക്ക, എന്റെ ഇച്ഛ. എന്താ പറയാ, ഇച്ഛ എന്നായിരിക്കുമല്ലോ അല്ലെ? എന്റെ ഇച്ഛ, എന്റെ ഇക്ക നല്ല സ്വഭാവത്തിന്റെ മനുഷ്യനാണ് എന്ന് ഭർത്താവിനെ കുറിച്ച് ആദ്യം ആര് പറയണം? ഭാര്യ പറയണം. അങ്ങനെ ഒരു ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറയുന്നെങ്കിൽ അവൻ നാട്ടുകാർക്കിടയിലും നല്ല സ്വഭാവക്കാരനായിരിക്കും, വീട്ടുകാർക്കിടയിലും സ്വഭാവക്കാരനായിരിക്കും, കൂട്ടുകാർക്കിടയിലും സ്വഭാവക്കാരനായിരിക്കും. മനസ്സിലായോ? ഞാൻ ചോദിക്കട്ടെ, ലാ തഗ്ളബ് അഹദാ എന്ന ഹബീബായ തങ്ങളുടെ പ്രയോഗം എന്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് പറയാൻ ധൈര്യമുള്ള ആരാ ഇവിടെയുള്ളത്? അതിന്റെ അർത്ഥം ഇന്നേ വരെ ഭാര്യമാരോട് ദേഷ്യപ്പെടാത്ത മനുഷ്യർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈയുയർത്തിയെ കാണട്ടെ. സ്റ്റേജിലുള്ളവർ ഉയർത്തണ്ട, വീട്ടിൽ പോയ ഭാര്യയുടെ മാച്ചെടുത്ത് അടിയിടും. സദസ്സിലുള്ളവർ ഉയർത്തി ചിലപ്പോ ആര് കാണൂല. എങ്ങനെയാ ഉസ്താദേ അതിനൊക്കെ പറ്റല്ലേ? സുഹൃത്തുക്കളോട് ദേഷ്യപ്പെടാതിരിക്കാൻ പറ്റും ഉസ്താദേ, പക്ഷെ ആരോട് ദേഷ്യപ്പെടാതിരിക്കാൻ പറ്റൂല? ഓളോട് അമ്മാതിരി കളിയല്ലേ ഉസ്താദേ കളിക്കുന്നത്. ആന്ന് പറഞ്ഞ ഈ പറയും, ഈ പറഞ്ഞ ഊ പറയും അല്ലേ? സുബ്ഹാനല്ലാഹ്. അതേപോലെ ഭാര്യമാരോട് ഞാൻ ചോദിക്കുകയാണ്, സഹോദരിമാരോട്, ഉമ്മമാരോട്, ഇന്നേ വരെ ഭർത്താവിനോട് ദേഷ്യപ്പെടാത്ത, ചൂടാവാത്ത ഏതെങ്കിലും ഉമ്മ ഈ സദസ്സിലുണ്ടോ? ആരുമില്ല. ഉമ്മയുമില്ല, അപ്പയുമില്ല, ഭാര്യയുമില്ല, ഭർത്താവുമില്ല. ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അതൊക്കെ ഹൈറിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ അതൊന്നും വലിയ വലിയ പിണക്കത്തിലേക്ക് എന്താവരുത്, എത്തിച്ചു പോവരുത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചുരുക്കി പറഞ്ഞാൽ നാം ഓരോരുത്തരും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമുള്ളവരായിട്ടുണ്ടോ ആയിട്ടില്ലേ എന്ന് ഈ ഭൂമിയുടെ ജീവിതം തന്നെ നമ്മോട് വിളിച്ചു പറയും. എപ്പോൾ? അവസാനം ഞാനും നിങ്ങളും മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹിന്റെ അടുക്കൽ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഏതോ അമലും അങ്ങനെയാണ്. അള്ളാഹു സ്വീകരിച്ച ഈ ഭൂമിയിൽ തന്നെ ഇതിന്റെ അടയാളം കൂടെ കാണും, നമുക്ക് കാണാൻ സാധിക്കും. റമദാൻ കൊണ്ട് എന്തെങ്കിലും ചേഞ്ച് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ റമദാൻ ആ മനുഷ്യന് അള്ളാഹു കബൂലാക്കിയതിന്റെ അടയാളം. മനസ്സിലായോ? റമദാൻ കൊണ്ട് എന്തെങ്കിലും ചേഞ്ച് ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ റമദാൻ അവന് കബൂലായിട്ടുണ്ട്. ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം ചില ആളെ പറയാറുണ്ട് അവന് ഹജ്ജിന് ശേഷമാണ് ഒന്നായത്. അതിന്റെ അർത്ഥം എന്താ? അവന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഹജ്ജ് കർമ്മം കഴിഞ്ഞ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ ഹജ്ജാജിമാർക്കുള്ള ഒരു സംഗമത്തിൽ ഇങ്ങനെ പ്രഭാഷണം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഈ വിഷയക്ക് ഇങ്ങനെ പറഞ്ഞു, ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചതിന് അടയാളാണ് ഹജ്ജ് കഴിഞ്ഞിട്ട് ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പ്രായം ചെന്ന ഒരു ഉപ്പാപ്പ എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും ഉസ്താദേ, ദുആ ചെയ്യണേ. അൽഹംദുലില്ലാഹ്, അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷായി. ഞാൻ ഹജ്ജ് കഴിഞ്ഞിട്ട് 40 വർഷമായി. ഈ 40 വർഷത്തിനിടയിൽ എന്റെ ഒരു ജമാഅത്ത് നിസ്കാരം പോലും എന്തായിട്ടില്ല, നഷ്ടപ്പെട്ടിട്ടില്ല. ആ മനുഷ്യൻ അല്ലാഹു സ്വീകരിച്ചു, ഹജ്ജ് സ്വീകരിച്ചു. ഹജ്ജ് കഴിഞ്ഞിട്ടും ഉംറ കഴിഞ്ഞിട്ടും അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ടും ജീവിതത്തിൽ ഒരു മാറ്റവും കാണുന്നില്ലേ? അമലുകൾ അല്ലാഹു സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതിനുള്ള അടയാളമാകാം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ഇനി എത്ര നന്നാവാൻ ശ്രമിച്ചിട്ടും എത്ര സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടും ഒരു മനുഷ്യന് സാധിക്കുന്നില്ലെങ്കിൽ മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ്, ലൈഫ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി, അവന് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കുമെന്ന് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. ചില നിസ്കാരങ്ങളുടെ ഒക്കെ മഹത്വം കേൾക്കുമ്പോൾ അത് നിസ്കരിക്കണം എന്ന് നമ്മളിങ്ങനെ ആഗ്രഹിക്കും. പക്ഷെ എന്താവൂല, പറ്റൂല. അതിന്റെ കാരണം എന്താണെന്നറിയോ? ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്താത്തത് കൊണ്ടാണ്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യന്റെ ഈമാൻ തെറിച്ചു പോകാൻ വളരെ വ്യക്തമായ കാരണങ്ങൾ മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചിരിക്കുന്നു. ഒരു
ഒരു മനുഷ്യന് നന്നാവാൻ കഴിയുന്നില്ലെങ്കിൽ 3 സമയത്തെ ജീവിതത്തിൽ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. ആ മനുഷ്യന് ഓട്ടോമാറ്റിക്കലി നന്നാവാൻ സാധിക്കുമെന്ന് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഒന്നാമത്തെ സമയം ഏതെന്നറിയുമോ? മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകൃതവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന സമയമാണ് ആ സമയം. പുന്നാര ഹബീബ് ഈ ഭൂമിയിലേക്ക് ജനിച്ച് വീണതായ സമയമാണ് ഒന്നാമത്തെ സമയമെന്ന് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹുവിന്റെ ഹബീബ് ജനിച്ചത് ഏത് മാസത്തിലാ? റബീഉൽ അവ്വൽ മാസത്തിൽ. ഏത് ദിവസത്തിലാ? തിങ്കളാഴ്ച ദിവസം. ഏത് സമയത്തിലാ? സുബ്ഹിനോടടുത്ത സമയം. ഒരു മനുഷ്യന് നന്നാവാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ദിവസവും സുബ്ഹിനോടടുത്ത സമയം എന്താക്കുക? എഴുന്നേറ്റ് ഇൻഷാ അല്ലാഹ് 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിച്ച് റബ്ബിനോട് ദുആ ചെയ്യുക. ആ മനുഷ്യൻ ഉറപ്പായിട്ട് ചേഞ്ച് ആകുമെന്ന് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. ഇത് റസൂലുള്ളാഹിന്റെ പ്രകൃതവുമായി ബന്ധപ്പെട്ടതാണ്. അല്ലാഹുവുമായിട്ട് അറ്റാച്ച്മെന്റ് ഉള്ള എല്ലാ സൃഷ്ടികളും ആ സമയത്ത് എഴുന്നേറ്റ് കാണും. മനുഷ്യരാണെങ്കിൽ എഴുന്നേറ്റ് കാണും, മൃഗങ്ങളാണെങ്കിൽ എഴുന്നേറ്റ് കാണും, അല്ലേ? ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യവർഗമാണ് ആര്? ജനിച്ചു വീഴുന്ന ഉമ്മാന്റെ മുലപ്പാല് കുടിക്കുന്ന പ്രായത്തിലുള്ള പിഞ്ചു പൈതങ്ങള്, പാല് കുടിക്കുന്ന മക്കള്. നിങ്ങൾ പോയി നോക്കിക്കോ, സുബഹിക്ക് മുമ്പ് അവർ എഴുന്നേറ്റിട്ടുണ്ടാവും, ഇല്ലേ? സുബഹിക്ക് മുമ്പ് ആ മക്കൾ എഴുന്നേൽക്കും. നോക്കിക്കോളൂ. ആ സമയത്ത് നമുക്ക് എഴുന്നേൽക്കാൻ കഴിയാത്ത കാരണം മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിന്തിക്കും, ഇൻഷാ അല്ലാഹ് നാളെ മുതൽ എഴുന്നേൽക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കും. പക്ഷേ നമുക്ക് അതിന് സാധിക്കുന്നില്ലെങ്കിലുള്ള കാരണം എന്തെന്നറിയുമോ? മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യൻ പകൽ സമയങ്ങളിൽ ദിവസവും നിത്യവും തെറ്റുകുറ്റങ്ങൾക്ക് അഡിക്ഷൻ ഉള്ളവനാണെങ്കിൽ അവന് തഹജ്ജുദിന്റെ സമയം നഷ്ടപ്പെട്ടു പോകും. അവന് തഹജ്ജുദിന്റെ സമയം ധന്യമാക്കാൻ കഴിയില്ല എന്ന് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. പകൽ സമയം തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവൻ, ഹറാമിയത്ത് ചെയ്യുന്നവന് തഹജ്ജുദിനുള്ള സൗഭാഗ്യം ഉണ്ടാവില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ തഹജ്ജുദ് നിസ്കരിക്കാൻ ലൈഫ് സ്റ്റൈൽ എങ്ങനെ മാറ്റണം? പകൽ സമയങ്ങളിൽ വരുന്ന തെറ്റുകുറ്റങ്ങളിൽ നിന്നും മാക്സിമം മാറി നിൽക്കുന്നവനാകണം. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് നമുക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ശുക്റാണ് റബ്ബ് നമുക്ക് നൽകിയതായ ആരോഗ്യത്തിന് പകരമായി റബ്ബിന് നൽകാൻ പറ്റുന്ന നന്ദി. നമ്മുടെ ശരീരത്തിന്റെ ഘടനകളെ കുറിച്ച് പഠിച്ചു നോക്കിയേ, എത്രമാത്രം അനുഗ്രഹങ്ങളാണ് എന്റെയും നിങ്ങളുടെയും ശരീരത്തിൽ റബ്ബ് സമ്മാനിച്ചത്. ഈ നൽകിയ ആഫിയത്തിന്, ആരോഗ്യത്തിന് അല്ലാഹു സുബ്ഹാനഹു തആലക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ശുക്റുണ്ട്. ആ ശുക്ർ കാരണം, ആ നന്മ കാരണം അവന്റെ ആഫിയത്ത് നിലനിൽക്കുമെന്ന് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. ഈ നൽകിയ ആഫിയത്തിന്, ആരോഗ്യത്തിന്, തടിക്ക്, ഈ നൽകിയതായ അവയവങ്ങൾക്ക് റബ്ബിന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ശുക്ർ സലാത്തുൽ ദുഹാ എന്ന 2 റക്അത്ത് ദുഹാ നമസ്കാരമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 റക്അത്ത് ദുഹാ നിസ്കാരം മതി ഈ നൽകിയ ആഫിയത്തിന് റബ്ബിന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ശുക്ർ, ഗിഫ്റ്റ് എന്നുള്ളത്. എപ്പോഴാ ദുഹായുടെ സമയം ആരംഭിക്കുന്നത്? ദുഹയുടെ സമയം എപ്പോഴാണ് ആരംഭിക്കുന്നത്? അസ്ർ കഴിഞ്ഞിട്ടല്ലേ? നിങ്ങളെന്താ ഒന്നും പറയാത്തത്? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന്, ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു അല്ലേ തുടങ്ങിയിട്ട്? എല്ലാവരും ഉറക്കെ ചെല്ലണേ. ഹബീബിന്റെ പേരുള്ള സലാത്താണ് നമ്മൾ ചെല്ലാൻ പോകുന്നത്. തെളിമയാന്ന ശഫാഅത്താലെ നാളെ രക്ഷകരെ, അങ്ങയെപ്പോൾ നന്മയവരിൽ കണ്ടില്ല നബിയോരേ, സയ്യിദേ നബിയുത്തമരേ, അസ്സലാത്തു അലൻ നബി
والسلام على الرسول الشفيع الأبتهي والحبيب العربي والحبيب العربي അറ്റമില്ലാ പാപമിൽ ഏറി ഞാനളവറ്റുപോയി കാര്യമങ്ങോടായി കേഴും സയ്യിദേ നബി ഉത്തമരേ സയ്യിദേ നബി ഉത്തമരേ അസ്സലാത്തു അലൻ നബി والسلام على الرسول الشفيع الأبتهي والحبيب العربي والحبيب العربي ളുഹാ എന്ന 2 റക്അത്ത് നമസ്കാരം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പടച്ചറപ്പിന് സമർപ്പിക്കാൻ കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതായ ശുക്റിന് പകരം ആഫിയത്തിന് പകരമായിട്ടുള്ള ഏറ്റവും വലിയ ശുക്റായിട്ട് നന്ദിയായിട്ട് മാറുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഈ 2 റക്അത്ത് ളുഹാ നമസ്കാരം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പതിവാക്കാൻ കഴിയാത്തതിനുള്ള കാരണം മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ്. ഹറാമ് തിന്നുന്നവനും ഹറാമ് തീറ്റിക്കുന്നവനും ളുഹാ നമസ്കരിക്കാനുള്ള ഭാഗ്യം ലഭിക്കുകയില്ല എന്ന് മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി. ചില തിന്മകൾ ചില നന്മകൾക്കുള്ള തൗഫീഖ് നഷ്ടപ്പെടുത്തി കളയും. ഹറാമായ ഭക്ഷണം ഭുജിക്കുന്നവനും തിന്നുന്നവനും തീറ്റിക്കുന്നവനും ളുഹാ നമസ്കരിക്കാനുള്ള ഭാഗ്യം കാണൂല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾ നോയിക്കോളും. നാം കച്ചവടം ചെയ്യുന്നു, ബിസിനസ് ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, ഇതിലൊക്കെ ചീറ്റിംഗ് ചെയ്യുന്നവരാണെങ്കിൽ, ഫ്രോഡിന്റെ പണിയെടുക്കുന്നവരാണെങ്കിൽ അവർക്ക് ളുഹാ നമസ്കരിക്കാനുള്ള ഭാഗ്യം കാണുകയില്ല. അതിനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ടു പോകും. ഒരിക്കലും തന്നെ ഹറാമായ സമ്പാദ്യം ജീവിതത്തിലുടനീളം ശാശ്വതമായി സമാധാനം നമുക്ക് തരില്ല എന്ന യാഥാർത്ഥ്യം നാം ഓരോരുത്തരും തിരിച്ചറിയുക. സാമ്പത്തികമായി ഹറാമിൽ ഏർപ്പെടുന്നവരെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നിങ്ങൾ നോക്കിക്കോ. എത്ര വലിയ ബിസിനസ് തുടങ്ങിയവനും പലിശയുടെ സമ്പത്തതിലുണ്ടെങ്കിൽ ആ ബിസിനസ് വിജയിക്കുകയില്ല. ശാശ്വതമായി ആ കച്ചവടം മുന്നോട്ട് പോകുന്നത് കാണാറില്ല. പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ് കാണാറുള്ളത്. തൃപ്തിയില്ലാത്ത ഒരു സമ്പത്ത് കൊണ്ട് നീ എന്ത് നേടാൻ ഉദ്ദേശിച്ചാലും അല്ലാഹുവിനെ തൃപ്തിപ്പെടുകയില്ല. നിന്റെ മനസ്സിന് ഒരിക്കലും ശാശ്വതമായ സമാധാനം ലഭിക്കുകയില്ല എന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ്. തൃപ്തിയില്ലാത്ത പൈസ എങ്ങനെയുള്ള പൈസയാണെങ്കിലും മുഅ്മിനേ പഠിച്ചോ, അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റിലേക്ക് എത്താൻ പറ്റില്ല. ഉറപ്പായിട്ടും അത് പൊട്ടും, ഒരു സംശയവും വേണ്ട. ആളെ പറ്റിച്ച്, നാട്ടുകാരെ പറ്റിച്ച്, കുടുംബക്കാരെ പറ്റിച്ച്, എങ്ങനെയൊക്കെ കൃത്രിമം ചെയ്തുകൊണ്ട് നീ ഉണ്ടാക്കിയെടുത്ത സമ്പത്തുണ്ടല്ലോ, പ്രോപ്പർട്ടി ഉണ്ടല്ലോ, സ്വത്തുക്കളുണ്ടല്ലോ, മരിക്കുന്നതിന് മുമ്പ് ഇതിനൊക്കെ തക്കതായ രീതിയിലുള്ള പരീക്ഷണങ്ങള്, തക്കതായ രീതിയിലുള്ള ശിക്ഷകൾ പടച്ചിറപ്പിൽ നിന്നും ഏറ്റുവാങ്ങാതെ ഒരാൾക്കും ഈ ഭൂമിയിൽ നിന്നും പോവാൻ കഴിയുകയില്ല എന്ന ഏറ്റവും വലിയ സത്യമാണ് കഴിഞ്ഞുപോയ എല്ലാ സംഭവ വികാസങ്ങളും നമ്മെ പഠിപ്പിച്ചു തരുന്നത്. എത്രത്തോളം ഒരാള് സ്വന്തം ഭാര്യയുടെ പൊന്നെടുത്ത് ഗോൾഡ് എടുത്തുകൊണ്ട് പണയപ്പെടുത്തിയിട്ട് ബിസിനസ് ചെയ്താലും വിജയിക്കാൻ പോകുന്നില്ല. ഇനി ഭാര്യ പറയാണ്, നിങ്ങൾ വിറ്റോളി, എന്നിട്ട് നിങ്ങൾ കച്ചവടം ചെയ്തോളി, എനിക്ക് പരിപൂർണമായ സമ്മതമാണ്, കുഴപ്പമില്ല, അതുകൊണ്ട് കൈച്ചലായി പോകും. അങ്ങനെ പറയുന്ന ഭാര്യമാരെ കാണലും വളരെ അപൂർവമാണ്. പല ഭർത്താക്കന്മാരും ഗോൾഡ് പണയം വെക്കുന്നത് ആരെ പേടിച്ചിട്ടാണ്? ഭാര്യയെ പേടിച്ചിട്ടാണ്. ഭാര്യമാരെന്താ ചിന്തിക്കുന്നത്? പണയം വെച്ചാ അവിടെയെങ്കിലും കാണുമല്ലോ, കയ്യില്ലെങ്കിലും അവിടെ കാണുമല്ലോ, ലോക്കറിൽ ഉണ്ടാവുമല്ലോ. ഗോൾഡ് പണയപ്പെടുത്തിയിട്ട് എത്ര ബിസിനസ് ചെയ്താലും വിജയിക്കാൻ പോകുന്നില്ല. താൽക്കാലികമായ ആശ്വാസം മാത്രമേ അതിൽ നിന്നും ലഭിക്കുകയുള്ളൂ. കുറച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഏറ്റവും വലിയ നാശനഷ്ടങ്ങളാ വരാൻ പോകുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, റബ്ബ് കാത്തുരക്ഷിക്കട്ടെ.
ഭാര്യ, ഏതെങ്കിലും ഒരു ഭാര്യ ഇത് പണയം വെക്കണം, നിങ്ങൾ വിറ്റിട്ടെന്തായിക്കോളി ചെയ്തോളി എന്ന് പറയുന്ന ഭാര്യമാരുണ്ടാവോ? സ്വർണം നിങ്ങൾ പണയപ്പെടുത്തണ്ട, ഇത് വിറ്റിട്ട് നിങ്ങൾ എന്തായിക്കോളി, കച്ചവടം തുടങ്ങിക്കോളി, ബിസിനസ് തുടങ്ങിക്കോളി, ഏതെങ്കിലും ഭാര്യമാർ പറയോ? അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് നല്ല നിയ്യത്തുള്ള ഭാര്യമാരാണ്. ഇത് പേടിച്ചിട്ട് പറയും, ഇത് വിറ്റക്കല്ലേ, ഇത് പണയം വെച്ചവാണെങ്കിൽ വിൽക്കാൻ പാടില്ല. നബി മുഹമ്മദ് മുസ്തഫ പലിശ തിന്നുന്നവനും തീറ്റിക്കുന്നവനും പലിശക്ക് കൊടുക്കുന്നവനും വാങ്ങുന്നവനും പലിശക്ക് എഴുതുന്നവനും എല്ലാം നരകാവകാശികളാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും അല്ലാഹുക്ക് വെറുപ്പുള്ളതാണ് പലിശയുമായിട്ടുള്ള ഇടപാടുകൾ എന്നുള്ളത്. പിന്നെങ്ങനെയാണ് പലിശയുമായി ഇടപാടുകളിൽ നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി നേടാൻ പറ്റുക? ഇല്ല മുഅ്മിനേ, ഇല്ല. പലരുടെയും കണ്ണുനീരാ പലിശ എന്നുള്ളത്. എത്രയെത്ര പാവപ്പെട്ടവന്റെ കാർന്നു തിന്നുന്ന കണ്ണുനീരാ, അവന്റെ ബ്ലഡാ, അവന്റെ ശരീരത്തിലുള്ള രക്തമാണ് പലിശ എന്നുള്ളത്. അതുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് നേട്ടം കൊയ്യാൻ സാധിക്കുക? അത് സ്വപ്നം കാണല്ലേ. അതുകൊണ്ട് സാമ്പത്തിക ശുദ്ധിയിൽ കൂടി മാത്രമേ ഒരു മനുഷ്യന് ഹൃദയശുദ്ധി ലഭിക്കുകയുള്ളൂ എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ രീതിയിൽ സാമ്പത്തിക ശുദ്ധി ഒരു ഭാഗത്ത് ക്ലിയർ ചെയ്ത്, മാനസിക ശുദ്ധി ക്ലിയർ ചെയ്ത്, ശാരീരികമായി വല്ല അപാകതകളും നമ്മിൽ നിന്നും വന്നു പോയിട്ടുണ്ടെങ്കിൽ വ്യഭിചരിച്ചവനാകാം, മദ്യപിച്ചവനാകാം, അതേപോലെ തന്നെ പല രീതിയിലുള്ള ഹറാമുകൾ ചെയ്തവനാകാം. എല്ലാം പടച്ച റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയിട്ട് ഒരു മനുഷ്യൻ ആത്മാർത്ഥമായി സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോ അവനെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് അവൻ വിജയിച്ചവനാണ്. അവന്റെ സൽക്കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുന്നതാണ് എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഭാഗക്കാർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ദുനിയാവിന്റെ 4 നിധികളുണ്ട് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് സ്വഹാബത്തിന്. സ്വഹാബ അർബഅത്തും മിൻ കൻസിദ് ദുനിയാ. സ്വഹാബത്തെ ദുനിയാവിന്റെ 4 നിധികളാണ് സ്വഹാബത്തെ. എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് ദുനിയാവിന്റെ 1ാമത്തെ നിധി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സ്വഹാബ, ദുനിയാവിന്റെ 1ാമത്തെ നിധി ഏതെന്നറിയുമോ? ലിസാനുൻ ദാകിറുൻ, പടച്ച റബ്ബിനെ സ്മരിക്കുന്നതായ നാവ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നുവെങ്കിൽ അവൻ ദുനിയാവിന്റെ 1ാമത്തെ നിധി കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിന്റെ 1ാമത്തെ നിധി ഈ പറയപ്പെട്ട നിഷ്കളങ്കമായ ഹൃദയമുള്ളവർക്കേ നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ. 1ാമത്തെ നിധി ഏതാ? ലിസാനുൻ ദാകിർ, എപ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്ന നാവ്, റബ്ബിനെ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന നാവ്, അവർക്കേ ദുനിയാവിന്റെ 1ാമത്തെ നിധി കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ കരസ്ഥമാക്കിയവരെ അവസാനം മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്നും മരിക്കുകയുള്ളൂ എന്ന് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മുടെയൊക്കെ ആഗ്രഹമല്ലേ അവസാനം മരിക്കുമ്പോ ദിക്ർ ചൊല്ലി മരിക്കണമെന്ന്? ആഗ്രഹമുള്ളവരൊക്കെ കൈയുയർത്തി. മരിക്കുമ്പോ ദിക്ർ ചൊല്ലി മരിക്കണമെന്ന് ആഗ്രഹമുള്ളവർ അൽഹംദുലില്ലാഹ് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആർക്കേ മരിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞുതരാം. മരിക്കാൻ കിടക്കുമ്പോ മക്കളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് പറയാണ്, വാപ്പാ ചൊല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. 1000 അല്ല 10,000 ആൾക്കാരെ കൊണ്ടുവന്നിട്ട് വാപ്പയെ നടുക്ക് കിടത്തിയാലും ഈ ദുനിയാവിന്റെ 1ാമത്തെ നിധി കരസ്ഥമാക്കിയിട്ടില്ലെങ്കിൽ ആ വാപ്പാക്ക് ദിക്ർ ചൊല്ലാൻ പറ്റില്ല ആ സമയത്ത്. കാരണം എന്താണെന്നറിയോ? അത്രയും സഹിക്കാൻ പറ്റാത്ത വേദനയാണ് ഇതിനുള്ളത്, മരണത്തിനുള്ളത്. ആരെങ്കിലും
മരിക്കുന്നത് ലൈവായിട്ട് കണ്ട ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? മരിക്കുന്നത് നേരിട്ട് കണ്ടെന്ന് കൈയുയർത്തി കാണട്ടെ. കുറച്ച് പേരുണ്ട്, താത്തിക്കോളൂ. മരണവേദന കൊണ്ട് പിടക്കുമ്പോ ആരെങ്കിലും കണ്ണിൽ നിന്നും കണ്ണുനീരൊലിപ്പിച്ച് കരയുന്നത് ഈ മരിക്കുന്നവരെ കണ്ടവർ കണ്ടിട്ടുണ്ടോ? കാണൂല. മരണവേദന കൊണ്ട് പിടക്കുന്ന സമയത്ത് കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിപ്പിച്ച് കരയുന്നത് മയ്യത്തിൽ നിന്നും കാണാൻ സാധിക്കുകയില്ല. കാരണം എന്താ? ഒരു മനുഷ്യന്റെ കണ്ണിനകത്തെ കണ്ണുനീര് പുറത്തേക്ക് വരണമെങ്കിൽ അവന്റെ ബ്രെയിൻ ആ രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ. മരണവേദന കൊണ്ട് പിടക്കുമ്പോ ആ വേദനയുടെ ആധിക്യം കാരണം അവന്റെ തലച്ചോറ് കണ്ണുനീരിന് വേണ്ടി പോലും പ്രവർത്തിക്കുന്ന അവസ്ഥ വരില്ല. അത്രയും വേദനയാണ് മരണത്തിന് എന്ന് ഞാനല്ല പറഞ്ഞത്, ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറഞ്ഞത്. പുന്നാര ഹബീബിന്റെ വഫാത്തിന്റെ സമയമെന്ന് ഓർത്തു നോക്കൂ മുഅ്മിനേ. അഷ്റഫുൽ ഖൽഖിൻ വഫാത്തിന്റെ നേരത്ത് അർളും സമാവാതും പൊട്ടിക്കരഞ്ഞല്ലോ. അഷ്റഫുൽ ഖൽഖിൻ വഫാത്തിന്റെ നേരത്ത് അർളും സമാവാതും പൊട്ടിക്കരഞ്ഞല്ലോ. മരണവേദന കൊണ്ട് പിടക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹിനെ പിടിക്കുന്ന ഒരു രംഗമുണ്ട്. പുന്നാര ഹബീബിന്റെ വിരലിൽ കൂടി റൂഹിനെ അസ്റായീൽ അലൈഹിസ്സലാം പിടിക്കുകയാണ്. പിടിച്ച് അവസാനം അസ്റായീൽ അലൈഹിസ്സലാം ചോദിച്ചില്ല, നബിയേ നബിയേ, സമ്മതമുണ്ടെങ്കിൽ റൂഹ് പിടിക്കാനും സമ്മതമില്ലെങ്കിൽ കണ്ട് തിരിക്കാനും അനുവാദം മുത്ത് റസൂലും കൊടുക്കുന്നു. അസ്റായീൽ അന്നേരം റൂഹ് പിടിക്കുന്നു. അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിച്ച് വറൂഹു ഫീ ഹുൽഖൂം. പുന്നാര ഹബീബിന്റെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പോലും അസ്റായീൽ അലൈഹിസ്സലാമിനോട് പതിയ ശബ്ദത്തിൽ പറയുകയാണ്, ഉർഫുകു യാ അസ്റായീൽ, ഒന്ന് പതുക്കെ പിടിക്കൂ അസ്റായീലേ, ഒന്ന് മയം കാണിക്കൂ അസ്റായീലേ. ഇന്നലിൽ മൗതില സകറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയാണല്ലോ അസ്റായീലേ. ആ സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അസ്റായീൽ അലൈഹിസ്സലാം പറയുകയാണ്, നബിയേ നബിയേ, ഞാൻ പിടിച്ചതിൽ വെച്ച് ഏറ്റവും വളരെ മയത്തോടു കൂടിയാണ് നബിയേ, നല്ല മയത്തോടു കൂടിയാണ് നബിയേ അങ്ങയുടെ റൂഹിനെ പിടിക്കുന്നത്. ആ സമയത്ത് പുന്നാര ഹബീബ് അസ്റായീലിനോട് ചോദിക്കുകയാണ്, എന്നിട്ടും മരണത്തിന് ഇത്രയും വേദനയുണ്ടോ അസ്റായീലേ? ഇതിനേക്കാളും വേദന എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തീകളെ സഹിക്കുമോ അസ്റായീലേ? അതുകൊണ്ട് അസ്റായീലേ, എന്റെ ഉമ്മത്തീങ്ങൾക്ക് നൽകുന്ന വേദന മുഴുവനും ഈ മുഹമ്മദിന് നൽകൂ അസ്റായീലേ, എന്റെ ഉമ്മത്തീകളെ വേദനിപ്പിക്കല്ലേ എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഉമ്മത്തീകളെ ഇതിനേക്കാളും വേദനയോടെയാണോ അസ്റായീലേ റൂഹിനെ പിടിക്കുന്നത്? ചെയ്യല്ല അസ്റായീലേ, എന്നെ വേദനിപ്പിച്ചാലും എന്റെ ഉമ്മത്തീങ്ങളെ വേദനിപ്പിക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഹബീബായ തങ്ങളുടെ റൂഹ് പിടിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് അത്രയും വേദനയാണ് മരണത്തിന് എന്നുള്ളത്. ആ മരണവേദന ഒരു ഭാഗത്ത് ഇങ്ങനെ മയ്യത്ത് അനുഭവിക്കുമ്പോ എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിക്കൊടുത്ത് കേട്ട് മയ്യത്തിന് ചെല്ലാൻ പറ്റില്ല. പിന്നെ ആർക്കാ പറ്റും? പിന്നെ ആർക്കാ ദിക്ർ ചൊല്ലി മരിക്കാൻ പറ്റാ? നാം അറിയാതെ നമ്മുടെ നാവ് എപ്പോഴാണോ ദിക്ർ ചൊല്ലി തുടങ്ങുന്നത്, അറിയാതെ നാവ് ദിക്ർ ചൊല്ലുന്നവർക്ക് മാത്രമേ മരണസമയത്ത് ദിക്ർ ചൊല്ലിയിട്ട് മരണപ്പെടാൻ സാധിക്കുകയുള്ളൂ. അറിയാതെ നാവ് ദിക്ർ ചൊല്ലാനാ ചൊല്ലും. എങ്ങനെയെന്നറിയോ? ഏതെങ്കിലും ട്രെൻഡായ ഒരു പാട്ട് അതിങ്ങനെ നമ്മളെ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു നോക്കുമ്പോ 24 മണിക്കൂർ ഇത് തന്നെ കേൾക്കും, അല്ലേ? ഇത് തന്നെ കേൾക്കുന്നവരായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോഴത്തെ ട്രെൻഡ് പാട്ട് ഏതാ?
ഏതാ അബൂബക്കർക്ക ഇപ്പോഴത്തെ ട്രെൻഡ് പാട്ട്? അബൂബക്കർക്കൊക്കെ ഒന്നും അറിയില്ല, എന്താ ചെയ്യാ? മക്കളെ ഏത് പാട്ടാ ഇപ്പോഴത്തെ ട്രെൻഡ് പാട്ട്? പറഞ്ഞോളൂ, പാടുന്നുണ്ട്. ഏതാ പാട്ട്? കേൾക്കുന്നില്ല. ഉദാഹരണത്തിന് ഇപ്പോഴത്തെ ട്രെൻഡ് പാട്ടായിട്ട് മാറിയതാണ് ഏത്? ഏതോ ഒരു സഖാഫിയുടെ കല്യാണത്തിന് സുഹൃത്തുക്കൾ ഒരു പാട്ട് പാടി അല്ലേ? ഏത് പാട്ടാ? ഏത് സഖാഫി? സമദ് സഖാഫി. ഇതും നാളെ യൂട്യൂബ് ലൈവ് ഒന്നും പോകുന്നില്ലല്ലോ, ജസ്റ്റ് ഫോൺ ലൈവല്ലോ, കുഴപ്പമില്ല. അപ്പോ അതിങ്ങനെ പാടിയാണ് റുസ്തമോൾ റുസ്തമോൾ റുസ്തമോൾ. പിന്നെ ചെറുപ്പക്കാരെ വാഹനത്തിൽ നിന്നും കേൾക്കുന്നത് റുസ്തമോള്, ഡ്രൈവ് ചെയ്യുമ്പോൾ കേൾക്കുന്ന റുസ്തമോള്, എവിടെ നോക്കിയാലും റുസ്തമോള് റുസ്തമോള് റുസ്തമോൾ. അതിനെ കുറിച്ച് കുറെ റീൽസും ട്രോൾ വീഡിയോകൾ ഇങ്ങനെ ഇറങ്ങിയ. അപ്പൊ അതിങ്ങനെ കേട്ട് കണ്ടിങ്ങനെ നമ്മള് ചെയ്യുമ്പോ, കാണുമ്പോ, കേൾക്കുമ്പോ നമ്മുടെ മൈൻഡ് അത് ആക്സെപ്റ്റ് ചെയ്യും. പിന്നെ നമ്മളറിയാതെ നമ്മുടെ നാവെന്താൻ തുടങ്ങും, ഇതിങ്ങനെ പാടാൻ തുടങ്ങും. ടോയ്ലറ്റ് പോയിരുന്നാലും ചില ആൾ വായിലെന്താ വരാ? ഈ പാട്ടുകളായിരിക്കും. എന്താ അങ്ങനെ വരാൻ കാരണം? അത്രയും മൈൻഡ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോ വെള്ളം കുടിക്കുമ്പോ ബിസ്മി ചെല്ലുന്ന ഒരാളാണെങ്കിൽ, നമ്മളിങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് എടുത്ത് കൊടുത്ത് വെള്ളം ഒഴിച്ചു ആ മനുഷ്യന് കൊടുക്കുമ്പോൾ തന്നെ അവൻ അറിയാതെ അവന്റെ നാവന്ത് ചെല്ലും ബിസ്മില്ലാഹിർ റഹ്മാൻ ചെല്ലാറില്ലേ? ഇതേപോലെ ദിക്റായി മാറണം. നമ്മൾ അറിയാതെ നമ്മുടെ നാവ് ചെല്ലണം. അവർക്ക് മരിക്കും എന്താക്കാൻ പറ്റും? ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിലായിട്ട് മരണപ്പെടാൻ സാധിക്കും. ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു മഷ്ഹൂറായ മനുഷ്യനായിരുന്നു മഹാനായ അത്തിപ്പറ്റ മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ. അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, പ്രകാശമാക്കി കൊടുക്കട്ടെ. കേരളത്തിൽ ജീവിച്ച വലിയൊരു സൂഫി വര്യനാണ് മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്. അത്തിപ്പറ്റ ഉസ്താദിനൊക്കെ നമ്മളൊക്കെ പലപ്പോഴും കാണാൻ പോയിട്ടുണ്ട്, ഉസ്താദിനെ കണ്ടിട്ടുണ്ട്, ഉസ്താദിന്റെ മജ്‌ലിസിൽ ഇരുന്നിട്ടുണ്ട്. ഉസ്താദ് നാവ് തുറന്ന ദുന്യാവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും പറയില്ല. എന്താ പറയാ? അള്ളാനെ സൂക്ഷിക്കണേ മക്കളെ, അള്ളാനെ സൂക്ഷിക്കണേ. ഇത്രത്തോളം മാരകമായ ക്യാൻസർ രോഗം ഉസ്താദിനെ പിടിപെട്ടു. അങ്ങനെ സർജറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു ശരീരത്തിലെ രോമങ്ങൾ മുഴുവനും ക്ലീൻ ചെയ്യണമെന്ന്, നീക്കണമെന്ന്. ആ സമയത്ത് മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞത്, എന്റെ ശരീരത്തിലെ താടി രോമങ്ങൾ നീക്കാൻ എനിക്ക് സാധിക്കില്ല. അത് നീക്കിയ സമയത്തെങ്ങാനും, അതല്ലെങ്കിൽ നീക്കിയിട്ടത് വരാത്ത അവസ്ഥയെങ്ങാനും ഉണ്ടായാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തില്ലാത്ത മുഹിയുദ്ദീനായിട്ട് ഞാൻ മരിച്ചു പോലെ. ഇത്രത്തോളം സൂക്ഷ്മത പുലർത്തിയിരുന്നു. റസൂലുള്ളാഹിന്റെ എല്ലാ സുന്നത്തും അടിക്കടിക്ക് ഇത്തിബാ ചെയ്ത പിന്തുടർന്ന മഹാനാണ് മഹാനായ അത്തിപ്പറ്റ മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ. സദാ സമയം ദിക്ർ, തസ്ബീഹ്. അങ്ങനെ അവസാനം ഡോക്ടറുടെ നിർബന്ധത്തിന് വഴങ്ങി താടിയുടെ ഒരു ഭാഗത്തെ രോമം നീക്കി ബാക്കി സുന്നത്തിന്റെ അവിടെ തന്നെ നിലനിർത്തി. ഉസ്താദ് പറഞ്ഞതുപോലെ അതിനുശേഷം പിന്നെ ആ ഭാഗത്ത് എന്ത് വന്നിട്ടില്ല? താടി രോമം വന്നിട്ടില്ല. അങ്ങനെ അവസാനം ഉസ്താദ് വഫാത്തിന്റെ മുമ്പ് തന്റെ രണ്ട് ആൺമക്കൾ മഹാനായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഫത്താഹ് മുസ്ലിയാരും അതേപോലെ തന്നെ മുഹമ്മദ് ഫൈദി ഉസ്താദ് രണ്ട് മക്കൾ അടുത്തേക്ക് വിളിക്കുന്നു. ഉസ്താദിന്റെ മകൻ നേരിട്ട് പറഞ്ഞ വിഷയമാണ്. അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, എനിക്ക് ഏകദേശം 10-40 ലക്ഷത്തോളം രൂപ കടബാധ്യതയുണ്ടല്ലോ. അത് വീട് കിട്ടാൻ വേണ്ടി എല്ലാവരോടും ദുആ ചെയ്യാൻ പറയണേ. ഉസ്താദ് UAE-യിലെ അല്ലൈൻ ഔഖാഫിൽ വർഷങ്ങളോളം മുദർരിസായിട്ട് സേവനം ചെയ്ത മഹത് വ്യക്തിയാണ്. ലക്ഷങ്ങൾ ശമ്പളം ഉണ്ടായിട്ടുണ്ട്. അവസാനം ഈ പൈസ നാട്ടിലേക്ക് വരാതെ കണ്ടപ്പോ മക്കള് പോകും അല്ലൈനിലേക്ക്. ഉസ്താദ് വലത് കൈ കൊണ്ട് വാങ്ങി ഇടത് കൈ കൊണ്ട് ഇടത് കൈ പോലും അറിയാതെ സദസ്സിലേക്ക് ബക്കറ്റുമായിട്ട് സംഘാടകർ വരുന്നുണ്ട്. എല്ലാവരും മനസ്സറിഞ്ഞ് ഈമാനുള്ള മരണം ദിക്ർ ചൊല്ലി മരിക്കണമെന്ന് ഒരൊറ്റ നിയ്യത്ത് മതി. അതിനു വേണ്ടിയിട്ട് നല്ലൊരു മരണം ആഗ്രഹിച്ച് ഇൻഷാ അല്ലാഹ് നല്ല ഒരു സദഖ ചെയ്യുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് മുഅ്മിനീങ്ങളെ ഫതുഹുൽ ഫത്താഹ് എന്ന് പറയുന്ന ദീനിന് വലിയൊരു സ്ഥാപനം ഉണ്ടാക്കി. ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും തുക എന്തായി വന്നത്? കടമായി വന്നത്. ഉസ്താദിന്റെ പേഴ്സണൽ ലൈഫിന് വേണ്ടിയിട്ടല്ല. അങ്ങനെ ഒരു ലൈഫ്, അടിച്ചുപൊളി ലൈഫ് ഉണ്ടായിട്ടില്ല.
അങ്ങനെ അവസാനം മക്കള് ഈ വിഷയം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി തുനിഞ്ഞപ്പോ ഉസ്താദിന്റെ മൂത്ത മകൻ പറഞ്ഞു, ഏതായാലും ഇപ്പോൾ ആരോടും പറയണ്ട, കടക്കാരനായിട്ട് വാപ്പാന്റെ റൂഹ് അള്ളാഹു ഒരിക്കലും കുടിക്കുകയില്ല എന്ന പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട്. അപ്പോ കടം എത്ര കാലം ബാക്കി നിൽക്കുന്നു അത്രയും കാലം ഉസ്താദിനെ വാപ്പയെ ഹയാത്തിൽ കാണുമല്ലോ. അങ്ങനെ ചിന്തിച്ച് ആരോടും പറഞ്ഞില്ല. വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് മക്കൾ വിളിച്ചു, മക്കളെ എന്റെ കടബാധ്യതയുടെ കാര്യം എന്തായി? വാപ്പ ദുആ ചെയ്യാൻ പറയാം. അന്ന് തന്നെ ഉസ്താദിന്റെ മകൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉസ്താദിന്റെ മുഹിബ്ബീങ്ങളുള്ള സ്നേഹിതന്മാരുള്ള ഗ്രൂപ്പിൽ ഒരു വോയിസ് വിടുകയാണ്. അത്തിപ്പറ്റ ഉസ്താദിന് സുഖമില്ല, ഹോസ്പിറ്റലിലാണ്, ഇത്ര ലക്ഷം രൂപ കടബാധ്യതയുണ്ട്, അത് വീടി കിട്ടാൻ വേണ്ടി എല്ലാവരോടും ദുആ ചെയ്യാൻ മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ വോയിസ് കേരളമാകെ കത്തിപ്പടരുകയാണ്. മണിക്കൂറുകൾക്കകം അത്തിപ്പറ്റയിലുള്ള ഉസ്താദിന്റെ വീട്ടിന്റെ മുറ്റത്തേക്ക് 4 ചെറുപ്പക്കാർ വാഹനവുമായി എത്തുകയാണ്. ഉസ്താദിന്റെ മകനെ കാണുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഉസ്താദിന്റെ അത്തിപ്പറ്റ ഉസ്താദിന്റെ ആ കടബാധ്യതകൾ ലക്ഷങ്ങളുണ്ടല്ലോ, അത് മുഴുവനും ഞങ്ങളെ 4 പേരും ഏറ്റെടുത്തിരിക്കുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ആ 40 ലക്ഷത്തോളം രൂപ ഏറ്റെടുത്തു ആ ചെറുപ്പക്കാരെ. ഉസ്താദിന്റെ മകൻ ചോദിച്ചു, ക്യാഷ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ല, നമ്മുടെ ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ വെച്ചിട്ടുണ്ട്, നമ്മൾ ഒരുമിച്ച് ബിസിനസ്സാണ്, അത് വിറ്റ് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് ക്യാഷുമായി ഞങ്ങൾ ഇവിടെ എത്തും. അതൊക്കെ വിറ്റ് എപ്പോഴാവാനാ? മാക്സിമം ഒരാഴ്ച നമുക്ക് സമയം തന്നാൽ മതി. ഒരാഴ്ച തികയുന്നതിന് മുമ്പ് ഒരു തിങ്കളാഴ്ച ദിവസം അതാ ആ 4 ചെറുപ്പക്കാര് ഉസ്താദിന്റെ കടബാധ്യതയുള്ള തുക മുഴുവനുമായി മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ മകന്റെ അരികിലേക്ക് എത്തുന്നു. ഉസ്താദിന്റെ മകനതാ കടബാധ്യത വീട്ടുന്നു. ഉടനെ തന്നെ ഉസ്താദിനെ അരികിലേക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് പറയുന്നു, വാപ്പാ ആ കടബാധ്യത മുഴുവനും തീർന്നിരിക്കുന്നു വാപ്പാ. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് അൽഹംദുലില്ലാഹ് എന്ന് പറയുകയാണ്. പിറ്റേ ദിവസം അതാ കേരളക്കരയെ കണ്ണുനീരിനാഴ്ത്തി ആ വാർത്ത വരികയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഉസ്താദിന്റെ മകൻ എന്താ പറഞ്ഞത്? ഏതായാലും വാപ്പ കടക്കാരനായി മരിക്കൂല, ഉറപ്പാണ്. അത്രയും സൂക്ഷ്മ ജീവിതമായിരുന്നു വാപ്പയുടെ. അതുകൊണ്ട് കടബാധ്യത നീണ്ടുപോയാലും വാപ്പ അത്രയും കാലം ജീവിച്ചിരിക്കുമല്ലോ. ആദ്യം പറഞ്ഞപ്പോ കടബാധ്യത വീടിക്കിട്ടാൻ ആരോടും ദുആ ചെയ്യാൻ പറഞ്ഞില്ല. വാപ്പ വീണ്ടും വീണ്ടും നിർബന്ധിപ്പിച്ചപ്പോഴാണ് ദുആ ചെയ്യാൻ പറയുന്നത്. മണിക്കൂറുകളെ കൊണ്ട് കടബാധ്യതകൾക്കുള്ള പരിഹാരം വരികയാണ്. കടം വീടുന്നു. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ഈ ലോകത്തോട് വിട പറയുന്നു. അവസാനം ഉസ്താദിന്റെ ചികിത്സയിലുണ്ടായിരുന്ന ഡോക്ടർ പറഞ്ഞില്ലേ, മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് വെന്റിലേറ്റർ കിടക്കുമ്പോ ഉസ്താദിന്റെ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും ഞങ്ങളെ കേട്ടിരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരണവേദന കൊണ്ട് പിടക്കുമ്പോഴും മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ ശ്വാസം മുകളിലോട്ട് പോകുമ്പോ ലാ ഇലാഹ, താഴോട്ടിറങ്ങുമ്പോ ഇല്ലല്ലാഹ്. അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ വളരെ വ്യക്തമായി പറഞ്ഞു, അവസാനത്തെ ശ്വാസോച്ഛ്വാസത്തിൽ ഞങ്ങൾ ഇതായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്, മൻ ഖാല ആഖിറു കലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരെങ്കിലും മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടുകയാണെങ്കിൽ അവർ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. എന്താണ് അത്തിപ്പറ്റ ഉസ്താദിനെ ഈ പറഞ്ഞതുപോലെ ദിക്ർ ചൊല്ലാനുള്ള കാരണം, ദിക്ർ ചൊല്ലി മരിക്കാനുള്ള കാരണം? മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ ജീവിത കാലഘട്ടത്തിൽ എപ്പോൾ നോക്കിയാലും ഉസ്താദ് പോലും അറിയാതെ ചൊലിച്ചുകൊണ്ടിരുന്ന തസ്ബീഹ് മാലയുണ്ടായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ ഹയ്യു യാ ഖയ്യൂം യാ റസാഖ് യാ അല്ലാഹ്. ഇങ്ങനെ ഇലാഹിയായി ആത്മീയമായി ചലിച്ചുകൊണ്ടിരുന്ന തസ്ബീഹ് മാലയായിരുന്നു മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ കരങ്ങളിലുണ്ടായിരുന്നത്. ഉസ്താദിന്റെ ചലിച്ചുകൊണ്ടിരുന്ന ദിക്റിലായി മുഴഞ്ഞിരുന്ന ചുണ്ടുകളായിരുന്നു ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ
പറഞ്ഞ ദുനിയാവിന്റെ 4 നിധികളിൽ ഒന്നാമത്തെ നിധിയായ ലിസാനുൻ ദാകിറുൻ എന്ന നിധി മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് നേടിയെടുത്തത്. അല്ലൈനിൽ വർഷങ്ങളോളം അവിടുത്തെ ഹുക്കൂമത്തിന്റെ കീഴിൽ, ഗവൺമെന്റിന്റെ കീഴിൽ ലക്ഷങ്ങൾ സാലറി വാങ്ങി മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് സേവനം ചെയ്യുമ്പോഴും ഉസ്താദ് പോലും അറിയാതെ സാലറി വാങ്ങുന്നു, അത് അവകാശികളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരു സ്വഭാവം മഹാനായ അത്തിപ്പറ്റ ഉസ്താദിനുണ്ടായിരുന്നു. ആരെ കുറിച്ചും ഒരു ഫിത്നയും ഫസാദും പറയാത്ത നാവുണ്ടായിരുന്നു മഹാനായ അത്തിപ്പറ്റ ഉസ്താദിനെ. ആരെ കുറിച്ചും ഒരു അപവാദത്തിന് നിൽക്കില്ല. ഖുൽ ഖൈർ ഔ യസ്മുത്, വായി തുറന്നാൽ ഖൈർ മാത്രം പറയാ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യന് ദിക്ർ ചെല്ലാകുന്ന ഭാഗ്യം നഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണം മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ്, അവന്റെ ജീവിത കാലഘട്ടത്തിൽ നാവ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് എന്തിനു വേണ്ടിയാണോ അതിലായി അവൻ മരിച്ചു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ചില പ്രായം ചെന്ന ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ മക്കള് പറയും, ആ പ്രായം ചെന്നവരെ കാണാൻ വന്നാൽ ഡോർ അടച്ചു വെച്ചിട്ടുള്ളത്, തുറന്നേക്കല്ലേ, തുറന്നാൽ ചെവി പൊത്തേണ്ടി വരും. അത്രയും നീചമായ അശ്ലീല ചീത്ത വാക്കുകളാണ് വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. എന്താ കാരണം എന്നറിയോ? റബ്ബ് ആരോഗ്യം നൽകിയപ്പോൾ ഏറ്റവും കൂടുതൽ നാവ് അതിനു വേണ്ടിയിട്ട് വിനിയോഗിച്ചു. കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയാണ് നമ്മുടെ നാവെങ്കിൽ അതേപോലെ നമ്മളും ആയിത്തീരും. അവസാനം അതിലായി മരിച്ചു പോകും. അല്ലാഹു കാക്കട്ടെ. അപ്പൊ നാവ് വളരെയധികം ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഖുൽ ഖൈർ ഔ ലിയസ്മുത്, വായി തുറന്നാൽ ഖൈർ മാത്രം പറയാം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. നാവ് നന്നായാലേ സ്വഭാവം നന്നാവും. മുഅ്മിനെ, നാവ് നന്നായാലേ സ്വഭാവം നന്നാവും. കുറേ നിസ്കാരം ഇബാദത്തൊക്കെ ഉണ്ട്. നിസ്കരിക്കാൻ പള്ളിയിൽ വരുന്നു, ജമാഅത്തായി നിസ്കാരം നിർവഹിക്കുന്നു. നിസ്കാരം കഴിഞ്ഞ ഉടനെ പോക്ക് എവിടത്തേക്ക്? പള്ളിക്കടുത്തുള്ള ഏതെങ്കിലും പീഡിയത്തിണ്ണയിൽ കടക്കോലായിൽ ചെല്ലുകയാണ്. എന്നിട്ടെന്താ പണി? നിസ്കരിച്ച നിസ്കാരമൊക്കെ നിസ്കരിക്കാത്തവർക്ക് ഇങ്ങനെ കൊടുക്കുക. വേറെ പണിയൊന്നുമില്ല. അങ്ങനെ ചില ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. ഭയങ്കര രസമാണ്. ചില നാടുകളിൽ നമ്മൾ വഴുതിന് പോയാൽ ആ നാട്ടിന്റെ സംഘാടകർ ഏകദേശം ഒരു മധ്യവയസ്കര പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ എന്ത് വിഷയമാണ് സംസാരിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അവര് പറയും, ഉസ്താദേ, ഈ നാട്ടിൽ കുറച്ച് ചെറുപ്പക്കാരുണ്ട് ഉസ്താദേ, ഒരു രക്ഷയില്ല ഉസ്താദേ, എപ്പോഴും കഞ്ചാവ്, ലഹരി, അടിച്ചുപൊളി, തമ്മാടിത്തരം, അതിനൊക്കെ കുറിച്ച് നന്നായി ഒന്ന് പറഞ്ഞേന്ന് പറയും. ഇനി ഏകദേശം ഒരു മധ്യവയസ്കർ മാത്രമാണ് സംഘാടകരെങ്കിൽ അവരെന്താ പറയലെന്നറിയോ? ഉസ്താദേ, ഈ നാട്ടിൽ കുറച്ച് പെണ്ണുങ്ങളുണ്ട് ഉസ്താദേ, ഒരു സൗകര്യമില്ല ഉസ്താദേ, ആർമാദിക്കാണ് ഉസ്താദേ, പെണ്ണുങ്ങളെ നന്നാവാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് പറഞ്ഞെന്ന് പറയും. ഇനി യുവാക്കളാണ്, ചെറുപ്പക്കാരാണ് സംഘാടകരെങ്കിൽ എന്താ പറയാന്നറിയോ? ഉസ്താദേ, ഈ നാട്ടിൽ കുറച്ച് കളവന്മാരുണ്ട് ഉസ്താദേ, ഒരു രക്ഷയില്ല ഉസ്താദേ, ഒരു ചെറുപ്പക്കാരന്റെ കല്യാണം കഴിയാനും വിടുന്നില്ല, കഴിപ്പിച്ച് കൊടുക്കാനും വിടുന്നില്ല. പള്ളിയിലെ കുറച്ച് കുറ്റികളാണ് ഉസ്താദേ, അവരെ പണി എന്താ? നിസ്കരിക്കുക, കടത്തണ്ണയിലിരിക്കുക, എന്നിട്ടോ ഇങ്ങനെ ഫിത്നയും ഫസാദും പറയും. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും സ്വയം എന്താവണ്ട, നന്നാവണ്ട, എല്ലാവരെയും ഒന്ന് നന്നാക്കിയാൽ മതി. സ്വയം എന്തോ ആയിക്കോട്ടെ, പക്ഷെ എല്ലാവരും നന്നാകണം. ഇത് ഇഖ്ലാസുള്ള പറച്ചിലാണോ? ഒരിക്കലും അല്ല. ഇഖ്ലാസുള്ള പറച്ചിലാണോ? അതൊന്നുമല്ല. ഇതിങ്ങനെ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും നോക്കിയിട്ട് നടക്കുക. ഈ പരിഗണന എന്നുള്ള വിഷയം ചെറിയ വിഷയമൊന്നല്ല. പരിഗണന, വീട്ടിൽ പരിഗണന കിട്ടുന്നില്ലെങ്കിൽ നാട്ടിൽ പരിഗണന ഉണ്ടോ നോക്കും. അതാണ് മനുഷ്യന്റെ പ്രകൃതം. ഉദാഹരണത്തിന് 10, 20, 25, 30 വർഷം പ്രവാസിയായി ജീവിച്ച് വീട്ടുകാരോടൊപ്പം സന്തോഷത്തിൽ കഴിയാൻ വേണ്ടി വന്ന ഒരു വാപ്പ, ഒരു മധ്യവയസ്കൻ, അദ്ദേഹം ചിന്തിക്കുകയാണെന്ത്, കുറെ കാലമായല്ലേ ഗൾഫിൽ പോകുന്നു, ഇനി ഏതായാലും കുടുംബത്തോടൊപ്പം റാഹത്തായിട്ട് ജീവിക്കാം. അങ്ങനെ ഒരു മാസം വളരെ റാഹത്തായിട്ട് പോകും. 2ാമത്തെ മാസം അദ്ദേഹം തന്നെ സ്വയം വിലയിരുത്തുകയാണ്, ഭാര്യക്കും എന്നെ കണ്ടുകൂടാ,
മക്കൾക്കും എന്നെ കണ്ടുകൂടാ, ഇവിടെ എനിക്കൊരു വിലയുമില്ല, ഒരു നിലയുമില്ല. അങ്ങനെ വിലയുണ്ടോ നോക്കും. എവിടെയാണെന്നറിയോ? ജമാഅത്തിന്റെ അടുത്ത ജനറൽ ബോഡി എപ്പോഴാ വരുന്നത്. എന്നിട്ട് കുറച്ച് ശിങ്കടി ചെറുപ്പക്കാരൊക്കെ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് എന്താ പണി? പ്രസിഡന്റ് ആവാം, സെക്രട്ടറി ആകാം, ഖജാൻജി ആകാം, എന്നിട്ട് നാട് ഭരിക്കാം. സ്വന്തം വീട് പോലും ഭരിക്കാൻ കഴിയാത്തവൻ എങ്ങനെ നാട് നന്നാക്കാൻ പറ്റും? ഇങ്ങനെ ആളാവാൻ വേണ്ടിയിട്ട്, പരിഗണനയ്ക്ക് വേണ്ടി, പേരും പ്രശസ്തിക്കും വേണ്ടിയിട്ട് ഹിദ്മത്ത് ചെയ്തിട്ട് ഒരു ഫായിദയുമില്ല. എല്ലാറ്റിലും വേണ്ടത് ഇല്ലല്ലദീന ആമനൂ, അചഞ്ചലമായ റബ്ബിൽ നിന്നുള്ള, റബ്ബിനെ കൊണ്ടുള്ള വിശ്വാസമാണ്, ഈമാനാണ് വേണ്ടത് എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ് ദിക്ർ ചെല്ലുന്ന അല്ലാഹുവിനെ, ശുക്ർ ചെയ്യുന്ന റബ്ബിനെ സ്മരിക്കുന്നതായ നാവ്. അതുകൊണ്ട് ഫ്രീ ടൈമുകളൊക്കെ കിട്ടുമ്പോ അവസാനം ദിക്ർ ചൊല്ലി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്തെന്നറിയുമോ? നന്നായി ദിക്ർ പ്രാക്ടീസ് ചെയ്യുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാൽ പെട്ടെന്ന് മൈൻഡ് ആക്സെപ്റ്റ് ചെയ്യും. അല്ലാതെ അറിഞ്ഞുകൊണ്ടൊരു 10 ദിക്ർ ചൊല്ലാൻ എല്ലാവർക്കും പറ്റും. എല്ലാവരും ഒരു 10 ദിക്ർ ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. 10 ആയില്ലേ? 10 ആയോ? എത്രയായി? 8. കറക്റ്റ് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, അറിഞ്ഞുകൊണ്ട് 10 ദിക്ർ ചൊല്ലി എന്ന് പറഞ്ഞ എല്ലാവർക്കും എണ്ണീര് ചെല്ലാൻ പറ്റും. ഇങ്ങനെ ചെല്ലലല്ല ദിക്ർ, ഇങ്ങനെ ചൊല്ലി 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 നമ്മൾ അറിയാതെ എന്ത് വരണം നാവില്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് വരാനുള്ള ഏറ്റവും നല്ല വഴി ഏതെന്നറിയുമോ? മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ്, അവസാനം ഓരോ ദിവസവും നിന്റെ ബെഡിൽ പോയി കിടന്നിറങ്ങുന്ന സമയത്ത് ദിക്ർ ചൊല്ലി, ദിക്ർ ചൊല്ലി, ദിക്ർ ചൊല്ലി, ദിക്ർ ചൊല്ലി ഇങ്ങനെ ഉറങ്ങാൻ കഴിഞ്ഞാൽ മരിക്കുന്ന സമയത്ത് നിന്റെ നാവ് ദിക്ർ ചൊല്ലുമെന്ന് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. എങ്ങനെ ഉറങ്ങുന്നവോ അതുപോലെ മരിച്ചു പോകുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ചെവിയിൽ ഇയർഫോണൊക്കെ തിരികെ വെച്ച് നല്ല DJ പാട്ടും കേട്ട് കിടന്നിറങ്ങുന്നതാണെങ്കിൽ ആ അവസ്ഥയിലൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു കാക്കട്ടെ. ചില ആൾ ഉറങ്ങാൻ പോകുമ്പോ അടിച്ചു വീശുന്ന കാറ്റിൽ കടപുഴകി വീഴുന്ന തെങ്ങുകളെ പോലെ പോയി അതേപോലെ അങ്ങ് വീണ് മരിച്ചു പോകും. രാത്രി ഉറങ്ങുമ്പോൾ സമാധാനത്തോടെ, വൃത്തിയോടെ, വെടിപ്പോടെ ഓതേണ്ടതൊക്കെ ഓതി, ചൊല്ലേണ്ടതൊക്കെ ചൊല്ലി ദിക്റിലായി കിടന്നിറങ്ങുകയാണെങ്കിൽ ദിക്റിലായി മരിക്കാൻ കഴിയുമെന്ന് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മൾ പറയാറില്ലേ, ചില ആൾ ഉറങ്ങുമ്പോ മുഖം നോക്കിയിട്ട്, അതല്ലെങ്കിൽ ചില മയ്യത്തിന്റെ മുഖം നോക്കി പറയാറില്ലേ, ഓൻ ഉറങ്ങുന്ന പോലെയുണ്ട്. ഉറങ്ങുമ്പോ നമ്മുടെ മുഖം എങ്ങനെയുണ്ടോ അതേപോലെ ആയിരിക്കും മരിച്ചാലുണ്ടാവുക. ചില ആൾ ഉറങ്ങുമ്പോ ഭയങ്കര ടെൻഷൻ പിടിച്ച മുഖം, ചില ആൾ ഉറങ്ങുമ്പോ നല്ല സന്തോഷമുള്ള മുഖം. രണ്ടും രണ്ടാണ്. സന്തോഷമുള്ള മുഖത്തോടെ എപ്പോഴും കിടന്നിറങ്ങാൻ കഴിയണം. അതിനുള്ള വഴി എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് ഞാൻ സദസ്സിനോട് ചോദിക്കുകയാണ്, ഈ സദസ്സിൽ വാപ്പ മരിച്ചു പോയവരുണ്ടെങ്കിൽ കൈയുയർത്തിയ, ഉമ്മ മരിച്ചു പോയവരെന്ന് കൈയുയർത്തിയ, വാപ്പയും ഉമ്മയും മരിച്ചു പോയവര്, മക്കള് മരിച്ചു പോയവര് ഉണ്ടല്ലോ. ഞാൻ ഇന്നത്തെ ഈ സദസ്സിൽ അവരെയൊക്കെ ഒന്ന് ഓർമ്മിക്കാൻ ഒരു അവസരം നൽകുകയാണ്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ ചെയ്യും എന്ന് ആഗ്രഹിക്കുന്നവരെന്ന് കൈയുയർത്തി അവരെ സന്തോഷിപ്പിക്കും. എല്ലാവരും ഉണ്ടല്ലോ, താഴ്ത്തിക്കോ. മരിച്ചുപോയവരെങ്ങനെയാ സന്തോഷിപ്പിക്കലെന്നറിയോ? ആ മരിച്ചുപോയ വാപ്പ ഉമ്മ ഇവരൊക്കെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. എത്രമാത്രം കഷ്ടപ്പാടാണ്, പ്രയാസാണ് നമുക്കൊക്കെ വേണ്ടിയിട്ട് അവർ സഹിച്ചത്. അപ്പൊ അവരെ സന്തോഷിപ്പിക്കാൻ ഒരു വക ഈ സദസ്സിൽ ഞാൻ നൽകുകയാണ്. അതൊന്നുമല്ല,
ജാരിയായ മുറിഞ്ഞു പോവാത്ത ഖിയാമത്ത് നാൾ വരെ അവരുടെ ഖബറിലേക്ക് കിട്ടുന്ന വലിയൊരു പുണ്യമാണ് നൽകാൻ പോകുന്നത്. നിങ്ങൾ ഏറ്റെടുക്കുമല്ലോ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ജാരിയായ സദഖ എന്ന് പറഞ്ഞാൽ കാലം കഴിയും തോറും അതിന്റെ പ്രതിഫലം ഖബറിലേക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന പ്രതിഫലം ലഭിക്കുന്ന സദഖ. അതേത് സദഖയാണെന്നറിയുമോ? അത് അല്ലാഹുവിന്റെ ഭവനത്തിന് നൽകുന്ന സദഖയാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ ദിവസം കഴിയും തോറും വികസിച്ചു കൊണ്ടിരിക്കുന്ന ചായ്യൂം എന്ന് പറയുന്ന ഈ ഗ്രാമത്തിലെ പള്ളി മുഅ്മിനീങ്ങൾക്ക് വിശാലമായി ഇബാദത്ത് ചെയ്യാനുള്ള സൗകര്യത്തിന് അൽഹംദുലില്ലാഹ് വിപുലീകരണത്തിന് ജമാഅത്തിന്റെ കമ്മിറ്റി ഇവിടെ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇതന്നല്ലേ ബിൽഡിംഗ്? ഇതന്നല്ലേ നിങ്ങളുടെ നാട്ടിലെ വിപുലീകരിക്കുന്ന ബിൽഡിംഗ്? ഇൻഷാ അല്ലാഹ് അത് ഈ കോലത്തിലിട്ടാ മതിയോ? പോരാ. അപ്പോ മരിച്ചുപോയ വാപ്പ, മരിച്ചുപോയ ഉമ്മ, ഇവരുടെ ഖബറിടത്തിലേക്ക് പ്രതിഫലം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ആരെയും നിർബന്ധിപ്പിക്കുന്നില്ല, ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിന് ഈ പള്ളിയുടെ പൂർത്തീകരണത്തിന് ഇനി വേണ്ടത്, അവർ ആഗ്രഹിക്കുന്നത് ഇൻഷാ അല്ലാഹ് പരിശുദ്ധ റമദാനിന് മുമ്പെന്നാവണം പൂർത്തീകരിക്കണം, അല്ലേ? ഇത് റജബായി. ഇൻഷാ അല്ലാഹ് റമദാനിന് മുമ്പ് ഇത് പൂർത്തീകരിക്കണം. അപ്പൊ പൂർത്തീകരണത്തിന് ഇൻഷാ അല്ലാഹ് ഇനി വേണ്ടത് 40 ചാക്ക് സിമന്റ്. ഒരു മിനിറ്റ് പ്രസിഡന്റ് ഇങ്ങോട്ട് വാ. അബൂബക്കർ നിങ്ങൾ പോലെ നിങ്ങൾ ഇങ്ങോട്ട് വാ. അപ്പൊ ഇൻഷാ അല്ലാഹ് 40 ചാക്ക് സിമന്റ് ഇനി വേണം. ഒരു റോഡ് മണൽ ഇനി വേണം. അതേപോലെ തന്നെ ഇതിന്റെ തേപ്പിന് വേണ്ടിയിട്ട് ലേബർ കൂലി 50,000 രൂപ വേണം. പെയിന്റിങ്ങിന് ഏകദേശം 50,000 രൂപ വേണം. വയറിങ്ങിന് 75,000 രൂപ വേണം. മൊത്തം 2.5 ലക്ഷം രൂപ. അതേപോലെ തന്നെ ഈ പണിയെടുത്തതിന്റെ പേരിലുള്ള കടം 2 ലക്ഷം രൂപ. അങ്ങനെ ഏകദേശം 4.5 ലക്ഷം രൂപയോളം ഉണ്ടായാൽ ഇൻഷാ അല്ലാഹ് കടക്ക് തീർത്ത് ഇതൊക്കെ പൂർത്തീകരിക്കാൻ പറ്റും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് അബൂബക്കർ സാഹിബേ നമുക്ക് സിമന്റ് കൊണ്ട് തുടങ്ങാം. അബൂബക്കർ സാഹിബിന്റെ വാപ്പ ജീവിച്ചിരിപ്പുണ്ടോ? വാപ്പ മരിച്ചുപോയി. ഉമ്മയുണ്ടോ? നബി ഒന്നാമത്തെ നബി എന്താ? ലിസാനുൻ ദാക്കിറുൻ, അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന നാവ്. അതെങ്ങനെയാ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്? അറിഞ്ഞുകൊണ്ട് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ദിക്ർ ചൊല്ലുക, ഹൃദയം ശുദ്ധീകരിക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, സഹാബാ ദുനിയാവിന്റെ രണ്ടാമത്തെ നിധി ഏതെന്നറിയുമോ? വബദനുൻ സാബിറുൻ. എന്തെങ്കിലും പ്രയാസങ്ങൾ ശരീരത്തിലേക്ക് വന്നെത്തിയാൽ, എന്തെങ്കിലും അസുഖങ്ങൾ റബ്ബ് സുബ്ഹാനഹു തആല നൽകിയാൽ, ഇത് എന്തൊരു അസുഖമാണ് അല്ലാഹ്, വല്ലാത്ത വേദനയാണല്ലോ അല്ലാഹ്, വല്ലാത്ത ബുദ്ധിമുട്ടാണല്ലോ അല്ലാഹ്, എന്നെ ഈ ദുനിയാവിൽ ഇങ്ങനെ പ്രയാസപ്പെടുത്താൻ നിനക്ക് കിട്ടിയിട്ടുള്ളൂ അല്ലാഹ് എന്ന് ചിന്തിച്ചുകൊണ്ട് കുറ്റപ്പെടുത്താതെ റബ്ബ് നൽകുന്ന വേദനകളിലേക്ക് ക്ഷമിക്കുന്ന, സഹിക്കുന്ന ശരീരം ഒരു മനുഷ്യരുണ്ടോ അവന്റെ ദുനിയാവിന്റെ രണ്ടാമത്തെ നിധിയും കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. വബദനുൻ സാബിറുൻ, ദുനിയാവിന്റെ രണ്ടാമത്തെ നിധി മുഅ്മിനേ മുഅ്മിനാത്തേ, അസുഖങ്ങൾ വരുമ്പോ, വിഷമങ്ങൾ വരുമ്പോ സഹിക്കുന്നവരാണ്, സബൂർ ചെയ്യുന്നവരാണ്, അതിലൊക്കെ ആശ്വാസം കണ്ടെത്തുന്നവരാണ്. അല്ലാതെ എന്തെങ്കിലും വിഷമം വരുമ്പോ അതിങ്ങനെ പറഞ്ഞു എനിക്ക് എന്ന ബുദ്ധിമുട്ടാണ്, എന്തൊരു കഷ്ടാണ്, കാലുവേദനയാണ്, കൈവേദനയാണ്, ഊരവേദനയാണ്, ഇങ്ങനെ പറഞ്ഞു നടക്കുന്നവരല്ല. ദുനിയാവിന്റെ രണ്ടാമത്തെ നിധി കരസ്ഥമാക്കിയവർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, എന്തെങ്കിലും പ്രയാസങ്ങൾ ശരീരത്തിന് വരുമ്പോ ക്ഷമിക്കുന്ന, സഹിക്കുന്ന ശരീരമുള്ളവനാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിന്റെ മൂന്നാമത്തെ നിധിയും അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, വഖൽബുൻ ശാകിറുൻ, റബ്ബിന് ശുക്ർ ചെയ്യുന്നതായ ഹൃദയമുള്ളവൻ. എന്തെങ്കിലും അനുഗ്രഹങ്ങൾ വരുമ്പോ അൽഹംദുലില്ലാഹ്, എന്തെങ്കിലും പ്രയാസം
പ്രയാസം വരുമ്പോ അതിലൊക്കെ സഹിക്കുകയും ചെയ്യുക. ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, മുഅ്മിനിന്റെ കാര്യം അത്ഭുതം തന്നെയാണ്. അവന് വല്ല സന്തോഷങ്ങളും വന്നെത്തിയാൽ അവൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നവനാണ്, നന്ദി ചെയ്യുന്നവനാണ്, ശുക്ർ ചെയ്യുന്നവനാണ്. ഇനി എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നെത്തിയാൽ, ബുദ്ധിമുട്ടുകൾ വന്നെത്തിയാൽ സബറ, അവൻ ക്ഷമിക്കുന്നവനുമാണ് എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 നിധികൾ പഠിച്ചു. ഒന്നാമത്തെ നിധി ഏതാ? ഓപ്പറേറ്റർ ഒന്നൊരു മൈക്ക് ഇവിടെ വെക്കണേ, ചെയർ ഇവിടെ ഇട്ടിട്ട് ഒരു മൈക്ക് ഇവിടെ വെച്ച് സ്റ്റാൻഡിലിട്ട് ഞാൻ അവസാനിപ്പിക്കുക. ദുനിയാവിന്റെ ഒന്നാമത്തെ നിധി, ഈ മൈക്ക് തന്നെ വെക്കാൻ പറ്റുമോ? അത് ഇതേ സിസ്റ്റത്തിൽ സെറ്റ് ചെയ്തിട്ട് വെച്ചോളി. ഓക്കെ, ആ സ്റ്റാൻഡിൽ വെച്ചോളി. അപ്പൊ ദുനിയാവിന്റെ ഒന്നാമത്തെ നിധി ലിസാനുൻ ദാകിറുൻ, ദുനിയാവിന്റെ രണ്ടാമത്തെ നിധി വബദനുൻ സാബിറുൻ, ക്ഷമിക്കുന്ന സഹിക്കുന്നതായ ശരീരമുള്ളവൻ. ദുനിയാവിന്റെ നാലാമത്തെ നിധി ഏതെന്നറിയുമോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, വസൗജത്തുൻ, ഭാര്യയാണ്, അതല്ലെങ്കിൽ ഭർത്താക്കന്മാരാണ്. എങ്ങനെയുള്ള ഭാര്യ ഭർത്താക്കന്മാരെന്നറിയുമോ? തുഈനു അഹദകും അലാ ദീനിഹി, ദീനിയായ കാര്യത്തിൽ പരസ്പരം സഹായിക്കുന്നവരായ, പരസ്പരം സഹകരിക്കുന്നവരായ, പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നവരായ ഭാര്യ ഭർത്താക്കന്മാരുണ്ടോ? അവരാണ് ദുനിയാവിന്റെ നാലാമത്തെ നിധിയും കരസ്ഥമാക്കിയ വിഭാഗമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ദുനിയാവിന്റെ ഒന്നാമത്തെ നിധി ഏതാ? ലിസാനുൻ. ദുനിയാവിന്റെ ഒന്നാമത്തെ നിധി ഏതാ? ലിസാനുൻ ദാകിറുൻ. ദുനിയാവിന്റെ രണ്ടാമത്തെ നിധി പറ മുഅ്മിനീങ്ങളെ, പഠിപ്പിച്ചില്ലേ? അർബഅത്തുൻ മിൻ കൻസിദ് ദുനിയാ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, സഹാബത്തെ ദുനിയാവിന്റെ 4 നിധികളാണ്. ഒന്നാമത്തെ നിധി നാം പഠിച്ചിരിക്കുകയാണ്, ലിസാനുൻ ദാകിറുൻ, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന, സ്മരിച്ചുകൊണ്ടിരിക്കുന്ന, ഇലാഹി സ്മരണയിലായി വ്യാപൃതരാകുന്ന നാവുകൾ ഏതൊരു മുഅ്മിനുണ്ടോ, മുഅ്മിനാത്തുണ്ടോ, അവർക്ക് ദുനിയാവിന്റെ ഒന്നാമത്തെ നിധി കരസ്ഥമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. വബദനുൻ സാബിറുൻ, ദുനിയാവിന്റെ രണ്ടാമത്തെ നിധി ഏതെന്നറിയുമോ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോ, അസുഖങ്ങൾ വരുമ്പോ അതിനെക്കുറിച്ച് പറഞ്ഞു നടക്കാതെ അതൊക്കെ ഉള്ളിൽ ഒതുക്കിയിട്ട് പടച്ച റബ്ബിലേക്ക് ഇരു കൈയും ഉയർത്തിയിട്ട് അല്ലാ എന്റെ അസുഖം നീ മാറ്റി നൽകണമേ അല്ലാ, എന്റെ പ്രയാസങ്ങൾ നീ നീക്കി നൽകണമേ അല്ലാ, ഇങ്ങനെ പടച്ച റബ്ബിലേക്ക് ഇരു കൈയും ഉയർത്തിയിട്ട് എല്ലാം സമർപ്പിച്ചുകൊണ്ട് ദുആ ചെയ്യുന്ന, ആരാരും അറിയാതെ എല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിക്കുന്നവരാരുണ്ടോ അവരുടെ ശരീരത്തെ കുറിച്ചാണ് പറഞ്ഞത്. വബദനുൻ സാബിറുൻ, ദുനിയാവിന്റെ മൂന്നാമത്തെ നിധി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സഹാബത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്, വഖൽബുൻ ഷാകിറുൻ, അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്ന, സന്തോഷങ്ങൾ വരുമ്പോ, ആനന്ദത്തിന്റെ നിമിഷങ്ങൾ വരുമ്പോ അൽഹംദുലില്ലാഹ് 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 എന്ന് റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് ശുക്ർ ചെയ്യുന്ന ശരീരം ആർക്കുണ്ടോ, ഹൃദയം ആർക്കുണ്ടോ, അവർ ദുനിയാവിന്റെ മൂന്നാമത്തെ നിധിയും കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഖൽബുൻ ഷാകിർ, അത് ഹൃദയത്തിൽ നിന്നും വരേണ്ടതാണ് ശുക്ർ എന്നുള്ളത്, അല്ലേ? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഈ അറബികൾക്കൊക്കെ അല്ലാഹു തആല വലിയ അനുഗ്രഹമാണ് ചെയ്തു കൊടുത്തത്. എന്താ കാരണം എന്നറിയോ? അവർക്ക് എന്തെങ്കിലും സന്തോഷം വന്നെത്തി അവരെന്താ പറയാന്നറിയോ? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അല്ലാഹുവിന്റെ എന്തെങ്കിലും അജബ് കണ്ടാൽ, അത്ഭുതം കണ്ടാൽ അവർ പറയും
ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും അത്ഭുതങ്ങൾ കണ്ടാൽ അവർ പറയും മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ് ഇങ്ങനെ പറയും അല്ലേ? അവരുടെ സംസാര ശൈലി അങ്ങനെയല്ലേ? അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്, ഖബ്ബലല്ലാഹ്, തഖബ്ബലല്ലാഹ്, വായിന്ന് ഇങ്ങനെ ശുക്റിന്റെ സംസാരം വന്നുകൊണ്ടിരിക്കും. നമ്മൾ എന്താ ചെയ്യാ? ആരെങ്കിലും എന്തെങ്കിലും നല്ലത് ചെയ്ത് ഉയർന്നത് കണ്ട മോൻ താണു പോകട്ടെ അല്ലേ, മോന് പൊട്ടിപ്പോകട്ടെ, അവന്റെ ചായ എടുക്കട്ടെ, അവന്റെ കണ്ണൊക്കെ എടുക്കട്ടെ, ഇതല്ലേ നമ്മുടെയൊക്കെ? പിന്നെ എങ്ങനെ നമ്മളൊക്കെ നന്നാകണോ, രക്ഷപ്പെടണോ? വഖൽബുൻ ശാക്കിർ, ഹൃദയം ശുദ്ധിയുള്ള അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്ന ഹൃദയമാക്കി മാറ്റാൻ ശ്രമിക്കുക. നാലാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വസൗജത്തുൻ തുഈനു അലാ അഹദികും അലാ ദീനിഹി, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ദീനിന്റെ കാര്യത്തിൽ സഹായിക്കുന്നവരാകും. തഹജ്ജുദിന്റെ ഭാര്യ എഴുന്നേറ്റ് ഭർത്താവിനെ വിളിക്കുക, ഭർത്താവ് എഴുന്നേറ്റ് ഭാര്യയെ വിളിക്കുക, നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള ദീനിയായ കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുക. ഇതാണ് വസൗജത്തുൻ തുഈനു അലാ ദീനികും അലാ അഹദി, ദീനിന്റെ കാര്യത്തിൽ പരസ്പരം സഹായിക്കുന്നവരെന്ന് പറഞ്ഞു. ഈ 4 നിധികൾ ഇൻഷാ അല്ലാഹ് നേടിയെടുക്കാൻ ശ്രമിക്കുക. ഏതൊക്കെയാണ് 4 നിധി? ഒന്ന് പറഞ്ഞ് ലിസാനുൻ ദാക്കിറുൻ വഖൽബുൻ ശാക്കിറുൻ വബദനുൻ സാബിറുൻ വസൗജത്തുൻ തുഈനു അലാ അഹദികും. ദീനിന്റെ കാര്യത്തിൽ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കുന്നവരാകുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ രീതിയിൽ ഹൃദയ ശുദ്ധീകരണം നടത്തി നാവ് കൊണ്ട് ഖൈറ് മാത്രം പറയുന്നവരായി, അല്ലാഹുവിനെ ഓർത്ത് ദിക്ർ ചൊല്ലുന്ന നാവായി, അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്ന ഹൃദയമായി, ക്ഷമിക്കുന്ന ശരീരമായി, പരസ്പരം ദീനിന്റെ കാര്യത്തിൽ സഹായിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരായി അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തട്ടെ. ഒരുപാട് പേര് എഴുത്തിങ്ങോട്ട് കണ്ണന്നോളി, ഇതൊക്കെ തേനൊക്കെ കൊടുക്കാനുള്ളതാണോ? മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ 2 ചാക്ക് സിമന്റ്, മരിച്ച ഉപ്പാക്ക് ദുആ, ഇതൊക്കെ സഹോദരിമാരല്ലേ? ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ 3 ചാക്ക് സിമന്റ്, ഒരു സഹോദരി 1000 രൂപ, അതേപോലെ തന്നെ മോന്റെ കടം കൂടി കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി, മരിച്ചവർക്ക് ദുആ ചെയ്യാൻ വേണ്ടി 500 രൂപ, അതേപോലെ തന്നെ മരിച്ച ഉപ്പ ഉമ്മ അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ 2 ചാക്ക് സിമന്റ്, ഒരു സഹോദരി 5 ചാക്ക് ഭർത്താവിന് മരിച്ചുപോയ ഉമ്മക്കൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി 5 ചാക്ക് സിമന്റ്. പറഞ്ഞോളൂ. മുജീബ് ചായം 5001 രൂപ, ഹക്കീം ഭീമ 10000, ജനറൽ സെക്രട്ടറി. ദഫിനെല്ലാവരും ഇരിക്കുമല്ലോ, ദഫിനെല്ലാവരും ഇരിക്കൂലേ? അപ്പൊ ദഫ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മക്കള് സലാത്ത് ചെല്ലുമല്ലോ, ആ സലാത്തോടു കൂടി പിരിഞ്ഞു പോവാ. ബർക്കത്തിന് വേണ്ടി, തബറക്കിന് വേണ്ടിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ദുആ ചെയ്യാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد. അല്ലാഹുവേ ഈ മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ഈ മജ്‌ലിസിന് വേണ്ടി, ആണ്ട് നേർച്ചയ്ക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ഈ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, സ്വാഗത സംഘ കമ്മിറ്റി ഭാരവാഹികൾ, അതേപോലെ തന്നെ ഈ നാട്ടിലെ നല്ലവരായ ചെറുപ്പക്കാരികൾ, ഉമ്മമാര്, വാപ്പമാര്, പെങ്ങന്മാര് എല്ലാവരും ഉണ്ട് അല്ലാഹ്. അല്ലാഹുവേ അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. അർഹമർറഹീമായ റബ്ബേ, പള്ളിക്ക് വേണ്ടി, നിന്റെ ഭവനത്തിന് വേണ്ടി ചോദിച്ചപ്പോ ഒരു മടിയും കൂടാതെ പലരും സഹായിച്ചു അല്ലാഹ്. അവരുടെയൊക്കെ മരണപ്പെട്ടു പോയവരുടെ ഖബറിടത്തിലേക്ക് അതിന്റെ ആ സദഖയുടെ മിഥ്ന സവാബിനെ നീ എത്തിച്ചു നൽകണേ അല്ലാഹ്. റബ്ബേ, പ്രത്യേകിച്ച് സംസാര ശേഷിയില്ലാത്ത ഹവ്വ എന്ന പുണ്യമോൾ അല്ലാഹ് പല ടെസ്റ്റുകൾക്കും വിധേയമായിട്ടുണ്ട്, ഇനി വിധേയമാവുകയാണ്. എല്ലാം നീ അനുകൂലമാക്കി ടെസ്റ്റുകളൊക്കെ നീ പരിപൂർണമായ വിജയത്തിലേക്ക് എത്തിച്ച് ആ പുന്നമോളുടെ സംസാര ശേഷി പരിപൂർണമായി നീ തിരിച്ചു നൽകണേ അല്ലാഹ്, പരിപൂർണമായി നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. മാരകമായ അസുഖങ്ങളെ തൊട്ട് നമ്മെ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അർഹമർറഹീമായ റബ്ബേ, ഈ ചായവും ആണ്ട് നേർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് പേര് ഭക്ഷണത്തിന് വേണ്ടി സഹായിച്ചവരുണ്ട് അല്ലാഹ്, പാനീയം നൽകിയവരുണ്ട് അല്ലാഹ്, ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, സമ്പത്ത് കൊണ്ടൊക്കെ സഹായിച്ചവരുണ്ട് അല്ലാഹ്. എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടി എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണേ അല്ലാഹ്. എല്ലാ അസുഖങ്ങൾക്കും പരിപൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. റബ്ബേ, വിനീതനോടൊപ്പം എപ്പോഴും സഹയാത്രികനായുണ്ടായി അല്ലാഹുവേ, ഈ വിനീതനോടൊപ്പം സഹയാത്രികനായി എപ്പോഴും കൂടെയുണ്ടാകുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് അല്ലാഹ് സഈദ് സാഹിബ്, അല്ലാഹ് ഈ സദസ്സിലോട്ട് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ആലിമീങ്ങളെ, സാദാത്തികളെ നല്ല രീതിയിൽ ട്രീറ്റ്
ചെയ്യുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരനാണല്ലാ. പ്രത്യേകിച്ച് സഈദ് സാഹിബിന്റെ ഉമ്മാക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. അതേപോലെ നിസാർ സാഹിബുണ്ട് അല്ലാ, എല്ലാവർക്കും നീ ആഫിയത്ത് നൽകണേ അല്ലാ റബ്ബേ. അതേപോലെ ഗൾഫിൽ ഒരു ആക്സിഡന്റിൽപ്പെട്ട് വളരെ സീരിയസ് ആയി കഴിയുന്ന ഒരു ചെറുപ്പക്കാരന് വേണ്ടി പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു. അല്ലാ നീ പരിപൂർണ ശമനം ആ ചെറുപ്പക്കാരന് നൽകണേ അല്ലാ. അല്ലാഹുവേ പരിപൂർണ ശിഫ നൽകണേ അല്ലാ. എത്രയും പെട്ടെന്ന് ആരോഗ്യമുള്ള ജീവിതത്തിലേക്ക് നീ കൊണ്ടുവരണേ അല്ലാ. അല്ലാഹുവേ നമ്മുടെ മനസ്സിനെ നന്നാക്കണേ അല്ലാ, ഹൃദയത്തെ നന്നാക്കണേ അല്ലാ, നാവിനെ നന്നാക്കണേ അല്ലാ, നാവിനെ നന്നാക്കണേ അല്ലാ, നാവിനെ നന്നാക്കണേ അല്ലാ. ആരെക്കുറിച്ചും കുറ്റം പറയുന്ന, ഫിത്ന പറയുന്ന, ഫസാദ് പറയുന്ന നാവാക്കല്ല അല്ലാ. അല്ലാഹുവേ ഹാസിദീങ്ങളുടെ ഹൃദയമാക്കല്ല അല്ലാ. അല്ലാഹുവേ ഹാസിദീങ്ങളുടെ ഹൃദയമാക്കല്ല അല്ലാ. ഹൃദയം നന്നാക്കുക അല്ലാ, ശരീരം നന്നാക്കുക അല്ലാ, നാവ് നന്നാക്കണേ അല്ലാ. ഭൂമിയുടെ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച എല്ലാ നിധികളും കരസ്ഥമാക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ അവസാനം ദിക്ർ ചൊല്ലി മരിപ്പിക്കണേ അല്ലാ, ദിക്ർ ചൊല്ലി മരിപ്പിക്കണേ അല്ലാ. സ്വർഗ്ഗത്തിന്റെ ഫോട്ടോ കൊണ്ട് മരിപ്പിക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. പുഞ്ചിരിക്കുന്ന പൂമുഖത്തോടെ മരിപ്പിക്കണേ അല്ലാ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين.